വിശ്വാസമാർഗം ഇത്, വിശ്വാസനാഥനുണ്ട് കൂട്ടിനായി കൂടെയെന്നും. വിശ്വാസ പോർക്കളത്തിൽ നല്ല പോർ പൊരുതുവാൻ തൻ കൃപ മതി എനിക്ക്. വിശ്വാസമാർഗം ഇത്, വിശ്വാസനാഥനുണ്ട് കൂട്ടിനായി കൂടെയെന്നും. വിശ്വാസ പോർക്കളത്തിൽ നല്ല പോർ പൊരുതുവാൻ തൻ കൃപ മതി എനിക്ക്. കൃപ മതിയേ മതിയേ കൃപ മതിയേ, ഈ പോർക്കളത്തിൽ എനിക്കു തൻ കൃപ മതിയേ. അവനെ വിലയ്ക്കു വാങ്ങി ജീവൻ കൊടുത്തന്നെ വീണ്ടെടുത്തു. അവനെ വിലയ്ക്കു വാങ്ങി ജീവൻ കൊടുത്തന്നെ വീണ്ടെടുത്തു. ചൊല്ലാമോ ചൊല്ലാമോ എൻ പേരെന്തെന്ന്, ചൊല്ലാമോ ചൊല്ലാമോ എൻ പേരെന്തെന്ന്, ചൊല്ലാമോ ചൊല്ലാമോ എൻ പേരെന്തെന്ന്, ചൊല്ലാമോ ചൊല്ലാമോ എൻ മണവാട്ടി മണവാട്ടി ഒരുക്കപ്പെടും ഒരു മണവാട്ടി, മണവാട്ടി മണവാട്ടി ഒരുക്കപ്പെടും ഒരു മണവാട്ടി. പ്രിയൻ വരുമേ വനമേതേ എന്നെയും ചേർത്തിടുവാൻ നഷ്ടപ്പെട്ടതെല്ലാം ലഭിച്ചിടുമേ. സ്നേഹത്താൽ എന്നെ അവൻ സ്നേഹിച്ചു, വിശ്വാസത്താൽ എന്നെ അവൻ നീതീകരിച്ചു. നിത്യസ്നേഹത്താൽ എന്നെ അവൻ സ്നേഹിച്ചു, വിശ്വാസത്താൽ എന്നെ അവൻ നീതീകരിച്ചു. ചൊല്ലാമോ ചൊല്ലാമോ എൻ ഭാഗ്യമെന്തെന്ന്, ചൊല്ലാമോ ചൊല്ലാമോ എൻ ഭാഗ്യമെന്തെന്ന്, ചൊല്ലാമോ ചൊല്ലാമോ എൻ ഭാഗ്യമെന്തെന്ന്, ചൊല്ലാമോ ചൊല്ലാമോ അവകാശി ഞാൻ അവകാശി, നിത്യരാജ്യത്തിന്റെ ഒരു അവകാശി. അവകാശി ഞാൻ അവകാശി, നിത്യരാജ്യത്തിന്റെ ഒരു അവകാശി. പ്രിയൻ വരുമേ വനമേ ചേർത്തിടുവാൻ നഷ്ടപ്പെട്ടതെല്ലാം ലഭിച്ചിടുമേ. ദൈവത്തെ സ്തുതിക്കുക വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ഹല്ലേലൂയ. ഒരു ദിവസം മോശ ദൈവത്തോട് ചോദ്യം ചോദിച്ചു. പ്രകാരമാണ് ചോദ്യം, നിന്റെ പേരെന്താണെന്ന് ഈ ഇസ്രായേൽ ജനം ചോദിച്ചാൽ ഞാൻ എന്തു മറുപടി കൊടുക്കണം? ദൈവം മോശയ്ക്ക് ഹോരേബിൽ പ്രത്യക്ഷമായി ഒരുപാട് കാര്യങ്ങൾ അവനോട് സംസാരിച്ചു, നിയോഗമൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ അവൻ ചോദിക്കുകയാണ്, ഈ ജനം ഏത് പേരിലുള്ള ദൈവമാണ് നിനക്ക് വെളിപ്പെട്ടത്? ഏത് ദൈവമാണ് ഈ മിസ്രയീം അടിമത്തത്തിൽ നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നത്? അവന്റെ നാമം എന്താണ്
എന്ന് ചോദിച്ചാൽ എന്തു മറുപടി ഞാൻ കൊടുക്കണം? ദൈവം മറുപടി കൊടുത്തു. എന്താ മറുപടി? എന്റെ നാമം ഇതാണ്, ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു. ഐ ആം ദാറ്റ് ഐ ആം. അതെന്തൊരു പേരാ! ഞാൻ ആകുന്നവൻ. ആദ്യം കേൾക്കുന്ന പേര് ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു. പേര് പേരയ്ക്കാന്ന് പറയുന്നത് പോലെ, പേര് പറയാൻ സൗകര്യമില്ലെന്ന് പറയുന്ന പോലെ, ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഞാൻ അന്നും എന്നും ആകുന്നവനാ. ആയിരുന്നവനായിട്ട് മാറത്തില്ല. ഹല്ലേലൂയ. കാലങ്ങൾ മാറിയാലും യുഗങ്ങൾ മാറിയാലും ഞാൻ ആകുന്നവൻ, ഞാൻ ചെയ്യുന്നവൻ, ഞാൻ വിടുവിക്കുന്നവൻ, ഞാൻ അത്ഭുതം ചെയ്യുന്നവൻ. അത്രേ വിശ്വസിക്കുന്നവർ കരങ്ങളെ ശക്തിയോടെ ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചാണ്. ഞാൻ ആകുന്നവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, നമ്മുടെ ദൈവം യുഗങ്ങൾക്ക് അതീതനായ ദൈവമാണ്. ഹല്ലേലൂയ. യുഗായുഗങ്ങൾ ജീവിച്ചിരിക്കുന്ന ഒരു ദൈവം. ഒരു 100 വർഷം കൊണ്ട് അവസാനിച്ച ദൈവമല്ല. യുഗങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും നിർബാധം തുടരുന്നൊരു ദൈവം. ഓ, എത്ര സ്തുതിച്ചാൽ മതിയാകും. ഹല്ലേലൂയ. ഒരു കല്ലറയ്ക്കകത്ത് ഒതുങ്ങിപ്പോയ ദൈവമല്ല, ഒരു ശവപ്പെട്ടിക്കകത്ത് ഒതുങ്ങിപ്പോയ ദൈവമല്ല, ചരിത്രത്തിന്റെ താളുകളിൽ ഒതുങ്ങിപ്പോയ ദൈവമല്ല. ഇന്നും നിനക്ക് വേണ്ടി സ്വർഗ്ഗസിംഹാസനത്തിൽ പക്ഷവാദം ചെയ്യുന്നൊരു ജീവിക്കുന്ന He is alive. Jesus is alive. Hallelujah. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഇവിടെ എഴുതുന്നു ജീസസ് ഈസ് alive. ആ വാക്കിന് വലിയ ശക്തിയുണ്ട് കേട്ടോ. അത് കേൾക്കുന്നത് എന്റെ യേശുവിന് വലിയ ഇഷ്ടമാണ്. ഹല്ലേലൂയ. പലരും പറയുന്നത് എന്താ? കല്ലറയ്ക്കകത്തായെന്ന. എന്നാൽ ചിലർ പറയുന്നു കല്ലറയ്ക്കകത്തല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. He has risen. He is not here. He has risen. അവൻ ഉയർത്തെഴുന്നേറ്റു. പാപത്തെയും മരണത്തെയും ലോകത്തെയും പിശാചിനെയും തോൽപ്പിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റു. സ്വർഗ്ഗത്തിലേക്ക് കയറി. Come on, lift up your voice and praise. നമ്മുടെ യേശു ജീവിക്കുന്നു. യേശു ജീവിക്കുന്നത് കൊണ്ട് നമ്മളും ജീവിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ആരും മരിച്ചവരല്ല, നമ്മൾ മരണത്തിനുള്ളവരല്ല, ചീഞ്ഞളിയാനുള്ളവരല്ല. യേശു ജീവിക്കുന്നത് കൊണ്ട് നാം ജീവിക്കാനുള്ളവരാണ്. ജയത്തോടെ ജയത്തോടെ നിത്യത വരെ ജയത്തോടെ വിശ്വസിക്കുന്നവർ കരം ശക്തിയോടെ ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഓ, ചത്തുകുത്തിയല്ല, ഓ ചീഞ്ഞളിഞ്ഞല്ല, ഒരു പേരിലല്ല, ജയത്തോടെ. Come on, lift up your voice and praise. Hallelujah. ദൈവം പറഞ്ഞു, ഞാൻ ആകുന്നവൻ ഞാനാകുന്നു. ഹല്ലേലൂയ. എന്നാൽ ശ്രദ്ധിക്ക, പുത്രനായ ക്രിസ്തുവിലൂടെ അവൻ വെളിപ്പെടുത്തി അവൻ ആരാണ്. ഞാനാകുന്നു എന്ന് പറഞ്ഞ ദൈവം പുത്രനായ യുഗങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ, ആയിരക്കണക്കിന് വർഷം കഴിഞ്ഞപ്പോൾ ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തി ഞാൻ വെളിച്ചമാകുന്നുവെന്ന്, ഞാൻ നല്ല ഇടയനാകുന്നുവെന്ന്. ഹല്ലേലൂയ. ഞാൻ ജീവന്റെ അപ്പമാകുന്നുവെന്ന്, ഞാൻ നിത്യജീവനാകുന്നുവെന്ന്, ഞാൻ വഴിയാകുന്നുവെന്ന്, ഞാൻ സത്യമാകുന്നുവെന്ന്, ഞാൻ പുനരുത്ഥാനമാകുന്നുവെന്ന് ഇന്ന് രാത്രിയും ദൈവത്തിന് വെളിപ്പെടുത്തുന്ന രാത്രിയാണ്. ഞാൻ ആകുന്നു, നിന്റെ വിടുതൽ ഞാനാകുന്നു, നിന്റെ സൗഖ്യം ഞാനാകുന്നു. Come on, lift up your voice and praise. Hallelujah. ഞാനിത് പറയാൻ കാരണം, 2 പേര് ദൈവത്തോട് പ്രത്യേക ചോദ്യം ചോദിച്ചു. ഒന്ന് ഒരു മഹാപുരോഹിതനാണ്, ഒന്നൊരു നാടുവാഴിയാ. ആ 2 ചോദ്യങ്ങൾക്കാണ് യേശു വ്യക്തമായൊരു മറുപടി കൊടുത്തത്. പലപ്പോഴും യേശുവിനെ ശിക്ഷയ്ക്ക് വിധിക്കാൻ വേണ്ടി പല ന്യായാസനങ്ങളിലേക്ക് കൊണ്ടുപോകാനിടയായി. അവിടൊക്കെ വെച്ച് പലപ്പോഴും യേശു മൗനം ദീക്ഷിക്കുന്നത് കാണുവാൻ സാധിക്കും. ഒന്നും പറയുന്നില്ല. ചില ചോദ്യങ്ങൾക്ക് മാത്രം വ്യക്തമായിട്ട് മറുപടി കൊടുത്തു. ഒരു നാടുവാഴി ചോദിച്ചു, നീ യഹൂദന്മാരുടെ രാജാവോ? മറുപടി കറക്റ്റ്, ഞാൻ ആകുന്നു. ഹല്ലേലൂയ. യഹൂദ എന്ന വാക്കിന്റെ അർത്ഥം സ്തുതി. ഹല്ലേലൂയ. എന്താ നാടുവാഴി ചോദിച്ചത്? നീ സ്തുതിക്കുന്നവരുടെ രാജാവാണോ?
ഞാനാകുന്നു. ഹല്ലേലൂയ. സ്തുതിക്കുന്നവനെ, നിനക്കൊരു രാജാവുണ്ട്. മരണം കൊണ്ട് അവസാനിക്കുന്ന രാജാവല്ല, മരണത്തെ ജയിച്ചൊരു രാജാവിന്റെ പ്രജകളെ മിണ്ടാതിരിക്കരുത്. കരങ്ങളെ ശക്തിയോടെ ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഓ, ഒരു രാജാവ് വാഴുകയാണ്, രാജാതി രാജാവായി. Come on, lift up your voice and praise. Hallelujah. നീയും സ്തുതിക്കാൻ തയ്യാറാക. നിന്നെ നോക്കിയും യേശു പറയും, ഞാനാകുന്നു. ഹല്ലേലൂയ. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ നീ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറായാൽ, നിന്നെ നോക്കി എൻ്റെ യേശു പറയുന്നത് കേൾക്ക്. ഞാൻ നിന്റെ വിടുതലാകുന്നു, ഞാൻ നിന്റെ സൗഖ്യമാകുന്നു, ഞാൻ നിന്റെ ഉദ്ധാരണമാകുന്നു, ഞാൻ നിന്റെ പുറപ്പാടാകുന്നു, ഞാൻ നിന്റെ കൊയ്ത്താകുന്നു, ഞാൻ നിന്റെ നന്മയാകുന്നു, ഞാൻ നിന്റെ വിടുതലാകുന്നു. Come on, lift up your voice and praise. അടുത്ത ആളാണ് മഹാപുരോഹിതൻ. ഹല്ലേലൂയ. യേശുവിനെ പല കോടതിയിൽ ട്രയലിന് വേണ്ടി കൊണ്ടുപോയത് നമുക്കറിയാം. അതിലൊരു കോടതിയാണ് മഹാപുരോഹിതന്റെ കോടതി. മഹാപുരോഹിതന് മുമ്പിൽ കൊണ്ടു നിർത്തി. സാക്ഷികളൊക്കെ വന്നു. പല സാക്ഷികൾ വന്നിട്ടും സാക്ഷ്യം ഒത്തു വന്നില്ല. ഹല്ലേലൂയ. മഹാപുരോഹിതന്റെ കോടതിയുടെ മുമ്പിൽ യേശു നിൽക്കുകയാണ്. ഒരു കൂട്ടം സാക്ഷികൾ പല കാര്യം പറഞ്ഞിട്ടും സാക്ഷ്യങ്ങളൊന്നും ഒത്തു വന്നില്ല. കാര്യം എന്താ? അതിൽ കൂട്ടി നിൽക്കുന്ന ആള് എന്തെങ്കിലും ഒന്ന് സമ്മതിക്കണ്ടേ? ഹല്ലേലൂയ. എന്നാലല്ലേ ഈ സാക്ഷികൾ ഒത്തു വരത്തുള്ളൂ. ഇദ്ദേഹം ഒന്നും പറയുന്നില്ല. കൂടെ കൂടെ ചോദിക്കുന്നുണ്ട്, ഹലോ മിസ്റ്റർ യേശു, നിങ്ങളെ കുറിച്ചാണല്ലോ ഇതൊക്കെ പറയുന്നത്, നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. മിണ്ടുന്നില്ല. ശരിയും പറഞ്ഞ തെറ്റും ഒന്നും പറയുന്നില്ല. മിണ്ടുന്നില്ല. വീണ്ടും കുറച്ച് ആൾക്കാർ വന്നു. അല്ല, ഈ വ്യക്തിയാ പറഞ്ഞത് 46 വർഷം കൊണ്ട് പണിത ഈ യെരൂശലേം ദേവാലയം ഇടിച്ചു പൊളിച്ച് 3 ദിവസം കൊണ്ട് പണിയുമെന്ന്. ഹല്ലേലൂയ. ഈ ചോദ്യത്തിനും ഉത്തരമില്ല. ഹല്ലേലൂയ. ഇങ്ങനെ പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടാതിരുന്നപ്പോൾ മഹാപുരോഹിതൻ എഴുന്നേറ്റു. എന്ന് ചോദിക്കുകയാണ്, ഹലോ, നിങ്ങൾ എന്താ ഉത്തരവൊന്നും പറയാത്തത്? നിങ്ങൾ പ്രതിയല്ലേ? ഉത്തരവൊന്നും പറയുന്നില്ല. അടുത്ത ചോദ്യം. നിങ്ങൾ, മഹാപുരോഹിതനെ ചോദിക്കുന്നത് കേട്ടോ, വേറെ ആരുമല്ല, മഹാപുരോഹിതൻ, നിങ്ങൾ വന്യനായവന്റെ പുത്രനായ ക്രിസ്തു. ഒരു ഭയങ്കര ചോദ്യം. നിങ്ങൾ വന്യനായവന്റെ പുത്രനായ എന്ന് പറഞ്ഞാൽ സ്തുതിക്ക് യോഗ്യനായ, സ്തുതി അർഹിക്കുന്ന, സ്തുതികളിന്മേൽ വസിക്കുന്ന ദൈവത്തിന്റെ പുത്രനാണോ നിങ്ങൾ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, അതുവരെ മിണ്ടാതെ നിന്ന യേശു പെട്ടെന്നൊരു മറുപടി, ഞാൻ ആകുന്നു. കാഴ്ചപ്പാട് ഏറ്റെടുത്താട്ടെ. വന്യനായവനെ സ്തുതിക്കാൻ തയ്യാറാക. ആരാധനയ്ക്ക് യോഗ്യനായവനെ, സ്തുതികളിൽ വസിക്കുന്നവനെ സ്തുതിക്കാൻ തയ്യാറാക. നിന്നോടവൻ പറയും, ഞാനാകുന്നു. നിന്റെ വിടുതൽ ഞാനാകുന്നു, നിന്റെ സൗഖ്യം ഞാനാകുന്നു, നിന്റെ അത്ഭുതം ഞാനാകുന്നു. കരങ്ങളെ ശക്തിയോടെ ചേർത്തടിച്ച് come on, lift up your voice and pray. വിശ്വാസം വളരെ കാതലായ ഒരു വിഷയമാണ്. ലോകത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഉയർത്തിയ അഭിഷക്തന്മാരൊക്കെ വിശ്വാസം പ്രസംഗിച്ചവരാണ്. റെയ്നാർഡ് ബോങ്കെ, ഹല്ലേലൂയ, ബെന്നി ഹിൻ, ഹല്ലേലൂയ, യോങ്കിച്ചോ, ജോൺ ഓസ്റ്റിൻ, ഇങ്ങനെയുള്ള ശക്തന്മാരായ ദൈവദാസന്മാരൊക്കെ എന്ത് പ്രസംഗിച്ചതാ? വിശ്വാസം പ്രസംഗിച്ചതാ. ഹല്ലേലൂയ. എന്നൊരു കാര്യം പറയട്ടെ, യേശു കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോഴേ ചില കാര്യങ്ങൾ സൂക്ഷിക്കണമെന്ന് പറയുവാനിടയായി. കഴിഞ്ഞ ദിവസം സംസാരിച്ച കാര്യമാണ്. നിങ്ങൾ ചില കാര്യങ്ങൾ സൂക്ഷിക്കണം, അതുകൊണ്ട് ആപത്ത് സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾ കാര്യങ്ങൾ സൂക്ഷിക്കണം. കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കണം. അത് കറക്റ്റ് കാര്യമാണ് കർത്താവ് പറഞ്ഞത്. ഇന്ന് ആത്മീയ ഗോളം വല്ലാതെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കള്ളപ്രവാചകന്മാരെ കൊണ്ട്. പല കുടുംബങ്ങളെയും വിഴുങ്ങുന്ന കള്ളപ്രവാചകന്മാർ, അവരെ സൂക്ഷിക്കാൻ യേശു പറഞ്ഞു. പിന്നെ പറഞ്ഞു, ചഞ്ചലപ്പെടാതിരിക്കാൻ സൂക്ഷിക്കണം. ചഞ്ചലപ്പെട്ടു പോകരുത്. ആ ദിവസം പെട്ടെന്ന്
പിന്നെ പറഞ്ഞു, നിങ്ങൾ എന്തു കേൾക്കുന്നുവെന്ന് സൂക്ഷിക്കണം. വാസ്തവത്തില് വളരെ വളരെ പരമപ്രധാനം ഒരു കാര്യം. എന്ത് പറഞ്ഞു? നിങ്ങൾ എന്ത് കേൾക്കുന്നു, എല്ലാം കേൾക്കാൻ വേണ്ടി ചെവി വിട്ടുകൊടുക്കരുത്. പിശാച് പറയുന്ന വാക്കുണ്ട്, ദൈവം പറയുന്ന വാക്കുണ്ട്. ഹല്ലേലൂയ. ഒരേ കാതുകൊണ്ടാണ് ഇത് രണ്ടും കേൾക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞ് പിശാചിന്റെ വാക്കുകൾക്ക് നേരെ ചെവി അടയ്ക്കാനും യേശുവിന്റെ വാക്കുകൾക്ക് നേരെ ചെവി തുറക്കാനും നീ തയ്യാറായാൽ നിന്റെ അകത്തേക്ക് വിശ്വാസം നിറയും. ഹല്ലേലൂയ. പിശാച് കൂടെ കൂടെ പറയും, പോയി ചാവ്, എന്തിനാ വന്ന് ജീവിക്കുന്നേ, മറ്റുള്ളവർക്ക് ഭാരമായിട്ട്, ഒരു അനുഗ്രഹം കിട്ടാൻ എങ്ങനെ ജീവിക്കും, പോയി ചാവ്. ആ, ട്രെയിൻ അടിച്ചാണോ, കയറെടുക്കണോ, വിഷം കഴിക്കണോ എന്നല്ല, മറുത്തങ്ങോട്ട് പറയണം. എന്ത് പറയണം? ഞാൻ മരിക്കുകയില്ല, ജീവനോടിരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഞാൻ മരിക്കുകയില്ല, ജീവനോടിരുന്ന് യഹോവയുടെ പ്രവൃത്തി. വിശ്വാസവാക്ക് തിരുത്തി പറഞ്ഞാണ്. പിശാച് പറ, നിന്നെ കൊണ്ട് എന്തിന് കൊള്ളാം, എന്തിന് കൊള്ളാം, അന്ന് ഇരിക്കുന്നുണ്ടില്ല, അങ്ങ് ഇരിക്കുക, നിന്നെ കൊണ്ട് എന്തിന് കൊള്ളാം. മറുത്തു പറയണം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിന് മതിയാകുന്നു. പറഞ്ഞാട്ടെ, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിന് മതിയാകുന്നു. ഹല്ലേലൂയ. ഹലോ ബ്രദർ, നിങ്ങൾ തോൽക്കാൻ പോകുക. പിശാച് പറയുക, നിങ്ങൾ തോൽക്കാൻ പോകുക, നിങ്ങൾ തോൽക്കും. മറുത്തു പറയണം, ഞാനോ എന്നെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്കൊരു നന്മയും കിട്ടാൻ പോകുന്നില്ല. പിശാച് പറയും, മറുത്തു പറയണം, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. കമാൺ, വിശ്വാസമകത്തേക്ക് നിറയട്ടെ. നീ തെണ്ടും. മറുത്തു പറയണം, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി അപ്പമിരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. കരങ്ങളെ ചേർത്തടിച്ചാട്ടെ, അകത്തേക്ക് വിശ്വാസം നിറയട്ടെ, വിശ്വാസം വലിച്ചു കുടിച്ചാട്ടെ, അവിശ്വാസത്തെ പുറന്തള്ളിയാട്ടെ, സംശയത്തെ പുറത്താക്കിയാട്ടെ. വിശ്വാസം. Come on, have faith in God. നിങ്ങൾ കേൾക്കുന്നത് എന്തെന്ന് സൂക്ഷിച്ചുകൊള്ളുവീൻ. ഒരുപക്ഷെ ലേബല് കാണും, ഒരുപക്ഷെ വെള്ള വസ്ത്രം കാണും, ഒരുപക്ഷെ മീശ കാണത്തില്ല. അതൊന്നുമല്ല വിശ്വാസത്തിന്റെ അടയാളം. ഒരു മനുഷ്യനെ എങ്ങനെ തിരിച്ചറിയാം? അവന്റെ വായിൽ നിന്ന് വരുന്ന വചനം കേട്ടാൽ അവനെ തിരിച്ചറിയാം. പിശാചിന്റെ വക്താക്കൾ പിശാചിന്റെ പ്രോഡക്റ്റുകളെ കുറിച്ച് പറയും. കഷ്ടം, നഷ്ടം, നിരാശ, ദുഃഖം, ഭ്രാന്ത്, മനസ്സിടിവ്, തകർച്ച. ഇതൊക്കെ ആര് പറയും? പിശാചിന്റെ വക്താക്കൾ പറയും. എന്നാൽ യേശുവിന്റെ വക്താക്കൾ വിശ്വാസം പറയും, നന്മ പറയും, കൊയ്ത്തു പറയും, വിടുതൽ പറയും, അത്ഭുതം പറയും. കാര്യം അവർക്കറിയാം, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഒരു മരിച്ച ദൈവമല്ല, മൺമറഞ്ഞ ദൈവമല്ല, ജീവനോടിരുന്നതിന്റെ പ്രവൃത്തികളെ ചെയ്യുന്ന ദൈവം അത്രേ. കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. നീ വിശ്വാസം പറ. ഒരു മനുഷ്യൻ നിന്റെ വാക്ക് കേട്ടാൽ മരിച്ചു വീഴരുത്, മരിച്ചു കിടക്കുന്നവനും ചാടി എഴുന്നേൽക്കണം. ഓ, എനിക്ക് ജീവിക്കണം, എനിക്ക് മുന്നോട്ട് പോകണം, എന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്, എന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്, നാം അവിശേഷമായതിനെ പ്രശംസാ വിഷയമാക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിന്റെ വാക്കുകൾ ഒരുവനെ ജീവിപ്പിക്കണം, ഒരുവനെ പ്രോത്സാഹിപ്പിക്കണം, ഒരുവനെ പ്രത്യാശ കൊടുക്കണം. ഹല്ലേലൂയ. നിങ്ങൾ കേൾക്കുന്നത് സൂക്ഷിക്കുവിൻ. വിശ്വാസ വാക്കുകൾ മാത്രമേ കേൾക്കാവൂ. പല പ്രസംഗങ്ങൾ ടേപ്പിൽ വാങ്ങാൻ കിട്ടും, പല പാട്ടുകൾ വാങ്ങാൻ കിട്ടും. അവിശ്വാസത്തിന്റെ പാട്ടുകൾ നിങ്ങൾ വാങ്ങി പാടരുത്, കേൾക്കരുത്. അത് അവിശ്വാസത്തിന്റെ വിത്ത് നിങ്ങളുടെ അകത്തേക്ക് വിതയ്ക്കും. കണ്ണുനീരിന്റെ പാട്ടുകളല്ല നീ പാടേണ്ടത്, വിടുതലിന്റെ പാട്ടുകൾ. ഹല്ലേലൂയ. ഓ, സംഹാരദൂതൻ നിന്നെ മറികടന്നു പോയ കാര്യം, യേശു നിനക്ക് വേണ്ടി പ്രവർത്തിച്ച കാര്യം, യേശു നിനക്ക് വേണ്ടി ക്രൂശിനെ ജയിച്ച കാര്യം നീ ശക്തിയോടെ പാട്, ശക്തിയോടെ പ്രസംഗിക്ക്. ദൈവം നിന്നെ അനുഗ്രഹിക്കും. നിന്റെ അകത്തേക്ക് വിശ്വാസം നിറയും. വിശ്വാസം വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു വിഷയമാണ്. ഹല്ലേലൂയ. ചില ഫാക്ട്
അതിനെക്കുറിച്ച് ആദ്യം പറഞ്ഞിട്ട് ചില കാര്യം മുമ്പോട്ട് പോകാൻ താല്പര്യപ്പെടുകയാണ്. ഒന്ന്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഹല്ലേലൂയ. അനുഗ്രഹിക്കുന്നവൻ ആരാണ്? ദൈവമാണ്. ദൈവം അനുഗ്രഹിക്കണമെങ്കിൽ എന്ത് കൊടുക്കണം? ദൈവത്തിന് സ്തുതി കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കണം. ഹല്ലേലൂയ. വിശ്വാസമുള്ളവന് മാത്രമേ ഒരു അദൃശ്യ ദൈവത്തെ വിശ്വാസ കണ്ണാൽ കണ്ടുകൊണ്ട് ആരാധിക്കുവാൻ കഴിയൂ. വിശ്വാസമുള്ളവന് മാത്രമേ എന്നെ സഹായിക്കുന്ന, എന്റെ സ്തുതി ഏറ്റെടുക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ച് അനുഗ്രഹത്തെ അവകാശമാക്കാൻ ഒക്കൂ. അതുകൊണ്ട് തന്നെ പറയുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഹല്ലേലൂയ. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഒരുവൻ നീതിമാനാകുന്നത് വിശ്വാസത്താൽ ജീവിക്കുമ്പോഴാണ്. ഹബക്കൂക്കിന്റെ പുസ്തകം, ചില വാക്യങ്ങൾ വായിക്കുന്നത് അനുഗ്രഹമായിരിക്കും. ഹബക്കൂക്കിന്റെ പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യം വേഗത്തിൽ ഒന്ന് വായിച്ചാണ്. അവന്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു. അത് നേരുള്ളതല്ല. നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. ഹല്ലേലൂയ. ആരാ നീതിമാൻ? വിശ്വാസത്തിൽ ജീവിക്കുന്നവനാണ് നീതിമാൻ. എന്താ അതിന്റെ അർത്ഥം? വിശ്വാസം കൂടാതെ ജീവിക്കാമോ? ജീവിക്കാം. തെണ്ടി ജീവിക്കാം, താഴേക്ക് നോക്കി ജീവിക്കാം. എന്നാൽ വിശ്വാസമുള്ളവൻ ആരാണ്? അവൻ മുകളിലേക്ക് നോക്കി വിശ്വാസത്തിന്റെ ചുവടുകൾ, ഹല്ലേലൂയ, എന്നെ സഹായിക്കുവാൻ വേണ്ടി സ്വർഗത്തിന്റെ കിളിവാതിലുകൾ തുറക്കപ്പെടുമെന്ന് വിശ്വാസത്തോടെ കാത്തിരിക്കുന്നവനാണ് വിശ്വാസി. അവനാ നീതിമാൻ. ഹല്ലേലൂയ. My just shall live by faith. ഹല്ലേലൂയ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ വിശ്വാസം തള്ളിക്കളഞ്ഞാൽ വിശ്വാസ കപ്പൽ തകർന്നു പോകും. വിശ്വാസ കപ്പലാണ്, വിശ്വാസ തോണിയല്ല, വിശ്വാസ കൊതുമ്പ് വള്ളമല്ല, വിശ്വാസ കപ്പൽ. ഒരു കപ്പൽ പണിയാനുള്ള വസ്തുക്കളല്ല ഒരു തോണി പണിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. 1000 വസ്തുക്കൾ ചേർത്താണ് ഒരു കപ്പൽ പണിയുന്നത്. എന്ന് പറഞ്ഞാൽ പല സന്ദർഭങ്ങൾ കിട്ടിയ വിശ്വാസം കൂട്ടി വെച്ചാണ് ഒരു വിശ്വാസ കപ്പൽ പണിയുന്നത്. എന്നാൽ വിശ്വാസം തള്ളിക്കളഞ്ഞാൽ വിശ്വാസ കപ്പൽ തകർന്നു പോകും. ഹല്ലേലൂയ. പിന്നെ അത് പണിതുയർത്തുക വളരെ വളരെ പ്രയാസമുള്ള കാര്യമാണ്. വിശ്വാസം തള്ളിക്കളയരുത്. ഹല്ലേലൂയ. വിശ്വാസം തള്ളിക്കളയരുത്. ഹല്ലേലൂയ. മറ്റൊരു കാര്യം, ഈ വിശ്വാസത്തിന്റെ അളവ് ദ്രവ്യാഗ്രഹം കുറയ്ക്കും. ദ്രവ്യാഗ്രഹം എന്ന പാപം നമ്മുടെ അകത്ത് വന്നാൽ വിശ്വാസം കുറയും. ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, എന്റെ കയ്യിൽ പണമിരിക്കുന്നതും ദൈവത്തിന്റെ കയ്യിൽ പണമിരിക്കുന്നതും ഒരുപോലെ. എന്റെ കയ്യിൽ നല്ല വിശ്വാസമുള്ള മനുഷ്യന്റെ കയ്യിൽ പണമിരിക്കുന്നതും ദൈവത്തിന്റെ കയ്യിൽ പണമിരിക്കുന്നതും ഒരുപോലെ. തക്ക സമയങ്ങളിൽ കിളിവാതിലുകൾ തുറക്കപ്പെടും. ഹല്ലേലൂയ. ഒരു വാക്യം വായിച്ചാട്ടെ. 1 തിമോഥെയോസ് 6-ാം അധ്യായം 10-ാം വാക്യം വായിച്ചാട്ടെ. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും, വീണ്ടും വായിച്ചാട്ടെ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. ദ്രവ്യാഗ്രഹം അകത്ത് വന്നു കഴിഞ്ഞാൽ വിശ്വാസം വിട്ട് ഉഴന്നു പോകേണ്ടി വരും. ഇത് വിശ്വാസത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ മാത്രമാണ്. ഹല്ലേലൂയ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വിശ്വാസത്താൽ നമുക്ക് ദുഷ്ടന്റെ തീയമ്പുകളെ തകർക്കുവാൻ കഴിയും. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 16-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് ഇത് വളരെ പരമപ്രധാനമായ ഒരു കാര്യമാണ്. വിശ്വാസം എന്ന
പരിച. ഒരു പടയാളി മുൻപിൽ പിടിക്കുന്നത് എന്താണ്? പരിച. ഒരു പടയാളിക്ക് നേരെ എന്ത് പാഞ്ഞു വരുന്നുണ്ട്? തീയമ്പുകൾ പാഞ്ഞു വരുന്നുണ്ട്. ശത്രുവിന്റെ ഉദ്ദേശം എന്താണ്? എങ്ങനെയെങ്കിലും ഈ പടയാളിയെ നശിപ്പിക്കണം, തകർക്കണമെന്ന പ്ലാനോടുകൂടി തീയമ്പുകൾ, വിഷയമ്പുകൾ അവൻ എന്ത് ചെയ്യാണ്? പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് എയ്യുകയാണ്. എന്നാൽ ഈ മുമ്പിൽ നിൽക്കുന്ന പരിച അതിനെയൊക്കെ തകർക്കുകയാണ്. ഏതാണ് പരിച? വിശ്വാസമാകുന്ന പരിച. ഓ, മുമ്പിൽ പരിച പിടിക്കുന്നവർക്കായി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അവരത്തെ യഥാർത്ഥ ഭടന്മാർ. ഹല്ലേലൂയ. അവരെ തകർക്കുവാൻ ഒരു ദുഷ്ടപിശാചിന്റെ തീയമ്പുകൾക്കും ഒരു സംശയത്തിനും ഒരു ഹല്ലേലൂയ ഒരു പുതുദോഷത്തിനും ഒരു ആക്രമണത്തിനും കഴിയുകയില്ല. കരങ്ങളെ ശക്തിയോടെ ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെ കെടുക്കുവാൻ കഴിയുന്ന വിശ്വാസം. ഒരു കാര്യം ഇടയ്ക്ക് പറഞ്ഞോട്ടെ, നമ്മുടെ അകത്തെ മനുഷ്യന്റെ നിലവാരം അനുസരിച്ചാണ് നമ്മുടെ പുറത്തെ മനുഷ്യൻ അനുഗ്രഹം പ്രാപിക്കുന്നത്. ഹല്ലേലൂയ. നിന്റെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടിരിക്കുന്നുവെങ്കിൽ നിന്റെ പുറത്തെ മനുഷ്യനും ബലമുള്ളവനാണ്. അതിലുപരി നിന്റെ പുറത്തെ മനുഷ്യൻ എത്ര അധികം വലുതാണെങ്കിലും അല്ലെങ്കിൽ പൊക്കവും വണ്ണവും ഒക്കെ ഉള്ളതാണെങ്കിലും നിന്റെ അകത്തെ മനുഷ്യൻ ബലഹീനനാണെങ്കിൽ ചെറിയ പനി മതി നീ തകർന്നു പോകാൻ, ചെറിയൊരു ദുഃഖം മതി നീ തകർന്നു പോകാൻ. ഹല്ലേലൂയ. വിശ്വാസമുള്ളവൻ പറയും, പോടാ പിശാചേ, എൻ്റെ ദൈവം വലിയവനാ, എനിക്ക് വേണ്ടി അത്ഭുത മന്ത്രി അത്ഭുതം ചെയ്യും. പോടാ പിശാചേ, നിന്റെ കീമാവേല എൻ്റെ അടുത്ത് നടക്കുകയില്ല, നിന്റെ പ്രവർത്തനങ്ങൾ, നിന്റെ ഭീഷണികൾ എൻ്റെ അടുത്ത് നടക്കുകയില്ല. എനിക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്, എന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, എന്നെ പുറത്തു കൊണ്ടൊരു ദൈവമുണ്ട്, എന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അഭിഷക്തന്മാരെ തുടരുതെന്ന് വാക്കു പറഞ്ഞ് കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ സൂക്ഷിക്കുന്ന, സംരക്ഷിക്കുന്ന, പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കരങ്ങളെ ശക്തിയോടെ ചേർത്തടിച്ചാട്ടെ. ഹല്ലേലൂയ. വിശ്വാസം മുന്നിൽ നിൽക്കട്ടെ. ഓ, സംശയമല്ല മുന്നിൽ, വിശ്വാസം മുന്നിൽ പരിചയമായിട്ട് നിൽക്കട്ടെ. ഹല്ലേലൂയ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട വിഷയം. വിശ്വാസമില്ലാത്ത സ്ഥലത്ത് യേശുവിന് പോലും പ്രവർത്തിക്കാനൊക്കത്തില്ല. ഹല്ലേലൂയ. നമുക്കറിയാം യേശു ആരാണ്? ദൈവത്തിന്റെ സ്വന്തം പുത്രൻ, ഏകപുത്രൻ. എന്നാൽ വിശ്വാസമില്ലാത്ത സ്ഥലത്ത് യേശുവിനും പ്രവർത്തിക്കാനൊക്കത്തില്ല. ഹല്ലേലൂയ. വായിച്ചാട്ട വേദഭാഗം, മത്തായി സുവിശേഷം 13-ാം അധ്യായം 58-ാം വാക്യം. അവരുടെ അവിശ്വാസ നിമിത്തം അവിടെ വളരെ വീര്യപ്രവൃത്തികളെ ചെയ്തില്ല. ഹല്ലേലൂയ. അവരുടെ അവിശ്വാസ നിമിത്തം അവിടെ വലിയ വീര്യപ്രവൃത്തികൾ ചെയ്തില്ല. ഒരു ദിവസം യേശു പിതൃനഗരത്തിലേക്ക് വരുവാനിടയായി. പല സ്ഥലങ്ങളിലും അത്ഭുതം ചെയ്യുന്ന യേശു, രോഗികളെ സൗഖ്യമാക്കുന്ന യേശു, ഹല്ലേലൂയ, കുരുടർക്ക് കാഴ്ച കൊടുക്കുന്ന യേശു, മുടന്തരെ നടക്കുമാറാക്കിയ യേശു, മരിച്ചവനെ എഴുന്നേൽപ്പിക്കുന്ന യേശു. അത്ഭുതം ചെയ്യാൻ വേണ്ടി എവിടെ വന്നു? പിതൃ. അവര് പറഞ്ഞടാ, ഇവനാരാ? ഇവൻ അച്ഛന്റെ മോനല്ലേ, ഇവന്റെ അമ്മയുടെ മക്കൾ അങ്ങോട്ട് പോയില്ലേ? യോസേ, യൂദാ, ഇവരൊക്കെ അങ്ങോട്ട് പോയില്ലേ? തേരാപ്പാര നടക്കുന്നില്ലേ? പിന്നെ ഇവൻ എന്ത് ചെയ്യാനാ? അവരവനെ അവിശ്വസിച്ചു. അവിടെ വലിയ വീര്യപ്രവർത്തികൾ ചെയ്യുവാൻ യേശുവിന് പോലും കഴിഞ്ഞില്ല. ചില ജീവിതങ്ങളെ വിടുവിച്ചിട്ട് വേഗത്തിൽ ആ പട്ടണം വിട്ട് മടങ്ങിപ്പോകുവാനിടയായി. കാഴ്ചപ്പാടേറ്റെടുത്താണ്. വിശ്വാസമില്ലാത്ത ഭവനങ്ങളിൽ, വിശ്വാസമില്ലാത്ത സഭയിൽ, വിശ്വാസമില്ലാത്ത വ്യക്തി ജീവിതങ്ങളിൽ യേശുവിന് പോലും ഒന്നും പ്രവർത്തിക്കില്ല. കരങ്ങളെ ചേർത്തടിച്ചാണ്. എന്നാൽ വിശ്വാസമുള്ള ഭവനങ്ങളിൽ, വിശ്വാസമുള്ള കുടുംബങ്ങളിൽ, വിശ്വാസമുള്ള വ്യക്തികളിൽ യേശുവിന്റെ വീര്യപ്രവർത്തികൾ വെളിപ്പെട്ട് വരികയാണ്. അന്നെന്ന പോലെ ഇന്നും വെളിപ്പെട്ട് വരികയാണ്. കമാൺ, കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. പലരും പറയുന്നൊരു കാര്യമുണ്ട്, വിശ്വാസത്തെ കുറിച്ച് ഫാക്ട് പറയാൻ പോവാം. പലരും ചോദിക്കുന്നത് എന്താ പാപം? പാപത്തെ കുറിച്ച് ഒരു ഡെഫിനിഷൻ പറയാം. ചില വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ തങ്കശ്ശേരിയിൽ ഒരു പരസ്യയോഗത്തിന് വേണ്ടി ചെല്ലുവാനിടയായി. അന്ന് ഞാൻ പ്രാസംഗികനല്ല, അവരെ കൂടെ പോയതാണ്.
പരസ്യയോഗത്തിന് വേണ്ടി മൈക്കെല്ലാം ഫിറ്റ് ചെയ്തു. പ്രസംഗിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഒരു മനുഷ്യൻ വന്നു. അദ്ദേഹം ഒരു ചോദ്യം, ഒരൊറ്റ ചോദ്യം, എന്താ പാപം? വാസ്തവത്തിൽ ആ പാസ്റ്റർ വളരെ വിഷമിച്ചു കേട്ടോ, ഉത്തരം പറയാൻ വളരെ വിഷമിച്ചു. കാര്യം മദ്യപാനം ആ പാപം എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കാൻ നോക്കും. ഒരു ഡെഫിനിഷൻ പറഞ്ഞാൽ അവര് അതിനനുസരിച്ച് അവിടെ പ്രതികരിക്കും. അദ്ദേഹം ഒന്നും വേണ്ടിയില്ല, വളരെ വേഗത്തിൽ അവിടുന്ന് മാറിപ്പോകുവാനിടയായി. എന്നാൽ പാപത്തെ കുറിച്ച് വ്യക്തമായ ഡെഫിനിഷൻ ബൈബിൾ പറയുന്നു. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെ എന്താ? പാപം. ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. റോമാലേഖനം 14 അധ്യായം 23 വാക്യം. എന്നാൽ സംശയിക്കുന്നവൻ തിന്നുന്നു എങ്കിൽ അത് വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തത് കൊണ്ട് അവൻ കുറ്റക്കാരനായിരിക്കുന്നു. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെ എന്താണ്? പാപമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തിൽ മുന്നോട്ട് പോയാലുള്ള ചില അനുഗ്രഹങ്ങളെ കുറിച്ച് ഞാൻ പറയുവാൻ താല്പര്യപ്പെടുകയാണ്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഹൃദയമാകുന്ന മാംസപ്പലകയിൽ എഴുതിയെടുത്താണ്. വിശ്വാസത്താൽ നീതീകരണം സംഭവിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ വിശ്വാസത്തിന്റെ അനുഗ്രഹം. ഹല്ലേലൂയ. ഓരോ വ്യക്തിക്കും ആഗ്രഹം എന്താണ്? നീതീകരിക്കപ്പെടുക. നീതീകരിക്കപ്പെട്ടാൽ ആരായിത്തീരും? നീതിമാന്മാരായി മാറും. മാന്യത കിട്ടിയാൽ മാന്യന്മാരായിട്ട് മാറും. അതുപോലെ നല്ലത് കിട്ടിയാൽ നല്ലവരായിട്ട് മാറും. അതുപോലെ ഹല്ലേലൂയ, നീതീകരണം കിട്ടിയാൽ നീതിമാന്മാരായി തീരാം. നീതിമാന്മാരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും, മറുപടി നൽകും. ഹല്ലേലൂയ. റോമാലേഖനം 3 അധ്യായം 26 വാക്യത്തിന് പ്രകാരം പറയുന്നു, ദൈവം നീതിമാനും ഹല്ലേലൂയ പുത്രനിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകുന്നു. റോമാലേഖനം 3 അധ്യായം 26 വാക്യം, വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം. താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലർക്കും തങ്ങൾ നീതിമാന്മാരാണോ എന്ന കാര്യത്തിൽ സംശയമാണ്. ഒറ്റ ചോദ്യം ചോദിക്കുന്നു, നീ യേശു കർത്താവിനെ ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. യേശു നിനക്ക് വേണ്ടി മരിച്ചു. ഹല്ലേലൂയ. കാൽവരി ക്രൂശിൽ മരിച്ചു. പാപത്തെയും മരണത്തെയും പിശാചിനെയും തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റുവെന്ന് നീ വിശ്വസിക്കുന്നുവോ? ഹല്ലേലൂയ. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് ദൈവപുത്രൻ തെളിയിച്ചവനെ നീ വിശ്വസിക്കുന്നുവോ? നീ ആരാണ്? നീതിമാനാണ്. എങ്ങനെ? പിതാവായ ദൈവം നിന്നെ നീതീകരിച്ചത് കൊണ്ട്. കരങ്ങളെ ശക്തിയോടെ ചേർത്തടിച്ചാണ്. നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പിൻ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ്. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം നീതീകരണം. 2, പൂർണ്ണമായ സൗഖ്യം വിശ്വാസത്തിന്റെ മറ്റൊരു അനുഗ്രഹമാണ്. ഹല്ലേലൂയ. മലകളെ നീക്കുന്ന വിശ്വാസം. ഹല്ലേലൂയ. ഒരു കാര്യം ഇടയ്ക്ക് പറഞ്ഞോട്ടെ, നിങ്ങളുടെ അകത്ത് ഒരു വലിയ വിശ്വാസമുണ്ടായാൽ അത് കണ്ട് യേശു പോലും അതിശയിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ശതാധിപൻ യേശുവിന്റെ അടുക്കൽ വന്നു. അവൻ പറഞ്ഞു, നീ എന്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ പോരാത്തവനാണ്. ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാണ്. ഞാൻ ഒരുവനോട് വരാൻ പറഞ്ഞാൽ അവൻ വരും, പോകാൻ പറഞ്ഞാൽ പോകും, ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ചെയ്യും. കാര്യം എനിക്ക് എന്തുകൊണ്ട്? അധികാരമുണ്ട്. അവൻ പറഞ്ഞതാണ്, എനിക്ക് ഇത്രയും അധികാരമുണ്ടെങ്കിൽ ഓ സർവശക്തനെ നിനക്ക് എത്രയധികം അധികാരം. കരങ്ങളെ ചേർത്തടിച്ചാട്ടെ. ഹല്ലേലൂയ. ഓ, ഞാൻ ഒരുത്തനോട് പറയുമ്പോൾ വരുന്നുവെങ്കിൽ, പോകാൻ പറയുമ്പോൾ പോകുന്നുവെങ്കിൽ, ഇത് ചെയ്യാൻ പറയുമ്പോൾ ചെയ്യുമെങ്കിൽ, സകലത്തെയും സൃഷ്ടിച്ച നിനക്ക് എത്ര അധികം അധികാരമുണ്ട്. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മൾ അകത്തോട്ട് കയറണം കേട്ടോ. ഹല്ലേലൂയ. പോലീസിന് അധികാരമുണ്ട്, കോടതിക്ക് അധികാരമുണ്ട്, ഗവൺമെന്റിന് അധികാരമുണ്ട്. എന്നാൽ പരിമിതികൾ ഒരുപാടുണ്ട്. 5 വർഷത്തേക്ക്, ചിലപ്പോൾ 55 വർഷത്തേക്ക്,
ചിലപ്പോൾ മരണം വരെ. ഹല്ലേലൂയ. എന്നാൽ അതിനൊക്കെ ഉപരിയായിട്ട് സർവശക്തിയുള്ള ദൈവത്തിന് എത്ര അധികം അധികാരമുണ്ട്. പെട്ടെന്ന് പ്രവർത്തിപ്പാൻ, പെട്ടെന്ന് കരം പിടിച്ചുയർത്തുവാൻ, പെട്ടെന്ന് ഉണർവയക്കുവാൻ, പെട്ടെന്ന് ഉദ്ധരിക്കുവാൻ, പെട്ടെന്ന് സൗഖ്യമാക്കുവാൻ, പെട്ടെന്ന് വിടുവിക്കുവാൻ ദൈവത്തിന് അധികാരമുണ്ട്. വിശ്വാസം അകത്തേക്ക് നിറയട്ടെ. Come on, have faith in God. Hallelujah. പൂർണ്ണമായി സൗഖ്യമാക്കുവാൻ യേശുവിന് അധികാരമുണ്ട്. ഹല്ലേലൂയ. അവന്റെ മറുപടി, ആ ശതാധിപന്റെ മറുപടി കേട്ട് യേശു പോലും അതിശയിച്ചു. അങ്ങനെ എഴുതിയിട്ടുണ്ട്. യേശു എന്ത് ചെയ്തു? അതിശയിച്ചു. ഓ, വലിയ വിശ്വാസം. നീ വിശ്വാസത്താൽ നിറഞ്ഞാൽ യേശു അത് കണ്ട് അതിശയിക്കും. യേശുവിനെ അതിശയിപ്പിക്കുന്ന ഒരു വിശ്വാസത്തിന്റെ ഉടമയായി നീ മാറ്റപ്പെടട്ടെ. കരങ്ങളെ ശക്തിയോടെ ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ അനുഗ്രഹം. 1, നീതീകരണം. 2, പൂർണ്ണമായ സൗഖ്യം. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ ദേവദാസനെ. അവന്റെ നാമത്തിലെ വിശ്വാസത്താൽ, അവന്റെ നാമത്തിലെ വിശ്വാസത്താൽ, അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും, അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. ആ വാക്യം കേട്ടോ നിങ്ങൾ? നിങ്ങൾ അറിയുകയും കാണുകയും എന്ന് പറഞ്ഞാല് നിങ്ങൾ വർഷങ്ങൾ കൊണ്ട് കാണുന്ന കാഴ്ചയല്ലേ ഈ മനുഷ്യൻ. 40-ലധികം വയസ്സുള്ള ഈ മനുഷ്യൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ തെണ്ടക്കാരനായിട്ട്, എഴുന്നേക്കാൻ കഴിവില്ലാതെ, നടക്കാൻ കഴിവില്ലാതെ, മറ്റുള്ളവരായി ചുമക്കപ്പെടുന്നവനായിട്ട്, ഒരു നിന്ദിക്കപ്പെട്ടവനായിട്ട്, അടിമത്തങ്ങൾ കിടക്കുന്ന കാഴ്ച നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്നതല്ലേ. എന്നാൽ ദൈവത്തിലുള്ള വിശ്വാസത്താൽ ഇപ്പോൾ അവൻ സൗഖ്യം പ്രാപിച്ചിരിക്കുകയാണ്. യേശുവിലുള്ള വിശ്വാസത്താൽ അവൻ സൗഖ്യം പ്രാപിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ കാര്യം നിന്നെ നോക്കി അനേകർ പറയുവാനിടയാകട്ടെ. ഹല്ലേലൂയ. ഓ, നീ കണ്ടതല്ലേ അവൻ വർഷങ്ങളായിട്ട് അനുഗ്രഹം ലഭിക്കാതെ ബന്ധനങ്ങളിൽ തകർച്ചകളിൽ കിടക്കുന്നത് നീ കണ്ടതല്ലേ. ഇപ്പോൾ യേശുവിൽ വിശ്വസിച്ചപ്പോൾ അവൻ ഇതാ വിടുതൽ പ്രാപിച്ചിരിക്കുന്നു. ലോകം പറയട്ടെ. കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ. ഒരു ഗതിയും പരഗതിയുമില്ലാതെ തെണ്ടി നടന്നത് നിങ്ങൾ കണ്ടതല്ലേ. ഇന്ന് നോക്ക്, യേശുവിനെ അറിഞ്ഞപ്പോൾ യേശു അവനെ വിടുവിച്ചു, യേശുവിനെ ഉയർത്തി, യേശുവിനെ മാനിച്ചു, യേശുവിനെ ഉദ്ധരിച്ചുവെന്ന് ലോകം പറയട്ടെ, ലോക ജനത പറയട്ടെ. അപ്രകാരം വിശ്വാസ കാതുകളാൽ കേൾക്കുന്നവർ കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. എനിക്കറിയാം, എന്നെ കുറിച്ച് പലരും അത് പറയുന്നുണ്ട്. കൃപയാൽ, കൃപയാൽ. എടാ, നീ കണ്ടതല്ലേ അവിടെ തെണ്ടി ഇവിടെ തെണ്ടി നടന്നവനാ. എന്നാൽ യേശുവിനെ പ്രസംഗിക്കാൻ തയ്യാറായപ്പോൾ, യേശുവിനെ ഉയർത്താൻ തയ്യാറായപ്പോൾ, യേശുവിനെ അവനെ ഉയർത്തുന്നത് കാണാ എന്ന് ലോകം പറയുന്ന കേൾവി. ഹല്ലേലൂയ. ഞാൻ വിശ്വാസ കാതുകളാൽ കേൾക്കുകയാണ്, മഹത്വം ദൈവത്തിന് കൊടുക്കുകയാണ്. ഹല്ലേലൂയ. 1, വിശ്വാസത്തിന്റെ അനുഗ്രഹം, നീതീകരണം. 2, പൂർണ്ണമായ സൗഖ്യം. മറ്റൊന്ന്, പരിശുദ്ധാത്മാവ് വിശ്വാസത്തിന്റെ ഒരു അനുഗ്രഹമാണ്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം വായിച്ചാട്ടെ. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശു ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ഹല്ലേലൂയ. അബ്രഹാമിന്റെ അനുഗ്രഹം, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന്. ഹല്ലേലൂയ. എത്ര വളരെ ആഴമായ ഒരു വാക്യമാണെന്നറിയോ? നിങ്ങൾ ആരാന്നറിയോ? നിങ്ങൾ ക്രിസ്ത്യാനികളാ? നിങ്ങളൊന്നും ക്രിസ്ത്യാനികളായിരുന്നില്ല. വേരുകളിലേക്ക് പോയാൽ ഊമവിഗ്രഹങ്ങളെ സേവിച്ച് നടന്ന് വഞ്ചിക്കപ്പെട്ടും ചതിക്കപ്പെട്ടും കഴിഞ്ഞവരാണ് ജാതികൾ. എന്നാൽ നിന്നെ അബ്രഹാമിന്റെ സന്തതിയാക്കി മാറ്റുവാൻ ദൈവത്തിന് കൃപ തോന്നുവാനിടയായി. നമുക്കറിയാം, വേദപുസ്തകത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി ആരാണ്? അബ്രഹാം. എന്തുകൊണ്ട്? ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട്. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇന്ന് നമുക്ക് എന്തൊക്കെയുണ്ട്? വായിക്കാൻ ബൈബിളുണ്ട്, വിശ്വാസം മനസ്സിലാക്കാൻ ബൈബിളുണ്ട്.
ടെലിവിഷൻ പ്രസംഗങ്ങളുണ്ട്, വായിക്കാൻ നല്ല പുസ്തകങ്ങളുണ്ട്, വിശ്വാസത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന പ്രാസംഗികരുണ്ട്. ഇതൊക്കെ കേട്ട് വിശ്വാസം ആർജിക്കാം. എന്നാൽ അബ്രഹാം ആയിരിക്കുന്ന സമയത്ത് ഇതൊന്നുമില്ല. ടി വി ഉണ്ടോ? പുസ്തകം വായിക്കാനുണ്ടോ? അവൻ അദൃശ്യ ദൈവത്തെ വിശ്വാസ കണ്ണാൽ കാണുവാൻ തയ്യാറായി. ഹല്ലേലൂയ. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ഒരു അദൃശ്യ ദൈവത്തെ വിശ്വാസ കണ്ണാൽ കണ്ടുകൊണ്ട് അവൻ പുറപ്പെടാൻ തയ്യാറായി. ദൈവം അബ്രഹാമിനോട് ചില കാര്യങ്ങൾ പറഞ്ഞു. 7 കാര്യങ്ങൾ. 1, നീ ചില കാര്യങ്ങളെ വിടണം, വിഗ്രഹത്തെ വിടണം. 2, നീ വിട്ട് പുറപ്പെടണം. എവിടേക്കാ? കാണിപ്പാനിരിക്കുന്ന, കണ്ട ദേശത്തേക്കല്ല, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക്. വീണ്ടും പറഞ്ഞു, നീ ദേശത്തിന് നെടുകയും കുറുകയും സഞ്ചരിക്കണം. പിന്നെ പറഞ്ഞു, നിനക്ക് നോക്കി എണ്ണണം. പിന്നെ പറഞ്ഞു, നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ പറഞ്ഞു, നീ വിലയുള്ളതിനെ യാഗമർപ്പിക്കണം. ഹല്ലേലൂയ. കരങ്ങളെ ചേർത്തടിച്ചാട്ടെ. ദൈവം പറഞ്ഞ കാര്യങ്ങൾ വിശ്വാസത്തിന്റെ കാര്യങ്ങളാ. 1, ചില കാര്യങ്ങളെ വിടാൻ. എന്തുവാ? ആര് തരും? എവിടെ പോയി കിട്ടും? വിട്ടു കഴിഞ്ഞാൽ ആര് തരും? ഹല്ലേലൂയ. വിശ്വാസത്താൽ അവൻ വിടുവാൻ തയ്യാറായി. പുറപ്പെടണം. എങ്ങോട്ടാ? കാണിപ്പാൻ ദേശത്തേക്ക്. വിശ്വാസത്താൽ അവൻ പുറപ്പെടാൻ തയ്യാറായി. അവൻ പറഞ്ഞു, നെടുകയും കുറുകയും സഞ്ചരിക്കണം. എന്നാ എന്താ കിട്ടും? ദേശം നിനക്ക് അവകാശമായി കിട്ടും. അവനത് വിശ്വാസത്തിന്റെ പ്രവൃത്തിയായിട്ട് നെടുകയും കുറുകയും സഞ്ചരിക്കാൻ തയ്യാറായി. ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ, നീ ഒരു അഭിഷക്തനാണെങ്കിൽ നീ കാൽ ചവിട്ടുന്ന ദേശം നിനക്കുള്ളതാണ്. ഹല്ലേലൂയ. ഇതൊരു വലിയ മർമ്മമാണ്. എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കാര്യമാണ്. ഞാൻ ഏത് സ്ഥലത്ത് പോയിട്ടുണ്ടോ ആ സ്ഥലം എനിക്ക് അവകാശമായി കിട്ടിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവിടുന്ന് അനുഗ്രഹം വന്നുകൊണ്ടേയിരിക്കും. കാര്യം എന്താ? ഞാൻ അവിടുത്തെ ദുഷ്ടപിശാചിനെ ചവിട്ടി പ്രാർത്ഥിക്കുവാനിടയായി. ഹല്ലേലൂയ. അതൊരു പരമാർത്ഥമാണ്. ഏതെങ്കിലും ദേശത്ത് നീ പോയ അവിടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിച്ചുകൊണ്ട് നടക്ക്, ആരാധിച്ചുകൊണ്ട് നടക്ക്, യേശുവിന്റെ നാമം ഉയർത്തിക്കൊണ്ട് നടക്ക്. ആ ദേശം നിനക്ക് അവകാശമായി കിട്ടും. കരങ്ങളെ ശക്തിയോടെ ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. ദൈവം അബ്രഹാമിനോട് പറഞ്ഞ 7 കാര്യങ്ങളും അബ്രഹാം വിശ്വാസത്തിന്റെ പ്രവൃത്തിയായിട്ട് ചെയ്യുവാൻ തയ്യാറായി. അതുകൊണ്ട് ദൈവനെ അനുഗ്രഹിക്കുവാനായി. അബ്രഹാമിന്റെ സന്തതി എന്നതൊരു വലിയ ഭാഗ്യമാണ്. ഹല്ലേലൂയ. ചിലർക്ക് മാത്രമേ അത് കിട്ടിയിട്ടുള്ളൂ. സക്കായിക്ക് അത് കിട്ടി അല്ലേ? സക്കായിക്ക് കിട്ടി. സക്കായി ആരായിരുന്നു? ചുങ്കം പിരിക്കുന്നവനായിരുന്നു, ശപിക്കപ്പെട്ടവനായിരുന്നു, പാപി എന്ന് ലോകം പറഞ്ഞവൻ, മുണ്ടൻ എന്ന് പറഞ്ഞ് ദൈവസഭവനെ അകറ്റി നിർത്തുന്നവനാണ് മുണ്ടൻ. മുണ്ടൻ ഒരിക്കലും ദൈവസ്ഥാനത്തിന്റെ അടുത്തേക്ക് വരാൻ പാടില്ല. മുണ്ടൻ, ചീക്കണ്ണൻ, പൂക്കണ്ണൻ, പിന്നെ എന്തുവാ കൂനൻ, ഇവൻ ആരും എവിടെ വരരുത്? ദൈവസന്നിധിയിൽ വരാൻ പാടില്ല. അങ്ങനെ ശപിക്കപ്പെട്ടൊരു വ്യക്തിയെ യേശു ആരാക്കി മാറ്റി? അബ്രഹാമിന്റെ സന്തതിയാക്കി മാറ്റി. ഓ, നിനക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഒരുപാട് പരിമിതികളുണ്ട്, ഒരുപാട് പോരായ്മകളുണ്ട്. ലോകം നിന്നെ മാറ്റി നിർത്തുന്നു, ചാർച്ചക്കാർ മാറ്റി. യേശു പറയുന്നു, ഞാൻ നിന്നെ അബ്രഹാമിന്റെ സന്തതിയാക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശപിക്കപ്പെട്ടവൻ ചില നിമിഷങ്ങൾ യേശുവിനോടൊപ്പം ചെലവഴിച്ചപ്പോൾ അവൻ ആരായിട്ട് മാറി? അബ്രഹാമിന്റെ സന്തതിയായിട്ട് മാറി. കരങ്ങളെ ചേർത്തടിച്ചാട്ട. ഇന്ന് രാത്രിയും നീ യേശുവിനോടൊപ്പം ചില മണിക്കൂറുകൾ, നിമിഷങ്ങൾ ചെലവഴിക്കുമ്പോൾ പാരമ്പര്യ ശാപങ്ങൾ മുറിഞ്ഞു മാറുകയാണ്. ശാപത്തിന്റെ പേരുകൾ മാറുകയാണ്. ഒരു പുതിയ പേര്, അബ്രഹാമിന്റെ സന്തതി എന്നൊരു പുതിയ പേര് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിനക്ക് നൽകുകയാണ്. Come on, lift up your voice and praise. ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഗലാത്യലേഖനം 3-ാം വാക്യം വളരെ മാർമികമായ വിഷയമാണ്. ഗലാത്യലേഖനം 3-ാം വാക്യം. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശു ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അബ്രഹാമിന്റെ അനുഗ്രഹം എല്ലാവരുടെയും ആഗ്രഹമാണ്. എന്ത്? എന്റെ ആഗ്രഹം എന്താ? അബ്രഹാമിനെ പോലെ അനുഗ്രഹം. അബ്രഹാം ചെയ്ത പ്രവർത്തികൾ ചെയ്യാൻ തയ്യാറല്ല എങ്കിൽ നമ്മുടെ ആഗ്രഹം എന്താ? അബ്രഹാം
പോലെ അനുഗ്രഹം പ്രാപിക്കണം. അങ്ങനെയെങ്കിൽ എങ്ങനെ കിട്ടും അനുഗ്രഹം? വിശ്വാസത്താൽ പരിശുദ്ധാത്മാവിനെ ലഭിക്കുമ്പോൾ നിനക്ക് അബ്രഹാമിന്റെ സന്തതി എന്ന അനുഗ്രഹം ലഭിക്കും. അതാണ് ആ വാക്യം പറയുന്നത്. വിശ്വാസത്താൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിനക്ക് ലഭിക്കുമ്പോൾ നീ ആരായിട്ട് മാറുകയാണ്? അബ്രഹാമിന്റെ സന്തതിയായിട്ട് മാറുകയാണ്. കരങ്ങളെ ചേർത്തടിച്ച് വിശ്വാസത്താൽ നീതീകരണം, വിശ്വാസത്താൽ പൂർണ്ണമായ സൗഖ്യം, വിശ്വാസത്താൽ പരിശുദ്ധ ആത്മാവ്. 4 വിശ്വാസത്താൽ ശുദ്ധീകരണം. അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായം 9-ാം വാക്യം വായിച്ചാട്ടെ. വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ. ഹല്ലേലൂയ. എങ്ങനെ? വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ, വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ. അപ്പോൾ വിശ്വാസത്തിനുള്ള ഒരു ഗുണം, ഒരു ഹല്ലേലൂയ, ഒരു നന്മ എന്താണ്? നീ ശുദ്ധീകരണം പ്രാപിക്കുകയാണ്. ഹല്ലേലൂയ. പാപഭംഗുലമായ ജീവിതത്തിന് മാറ്റം വരികയാണ്. അകത്തേക്ക് ദൈവത്തിന്റെ ക്രിയകൾ സംഭവിക്കുകയാണ്. അകത്തുള്ള മലിനതകൾ മാറുകയാണ്. കരങ്ങളെ ശക്തിയോടെ ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചാണ്. വിശ്വാസത്താൽ ശുദ്ധീകരണം. വീണ്ടും എഫെസ്യ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം വായിച്ചാട്ടെ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. രക്ഷ പല വിധത്തിലാണ്. ഹല്ലേലൂയ. രോഗത്തിൽ നിന്ന് രക്ഷ വേണം, കടഭാരങ്ങളിൽ നിന്ന് രക്ഷ വേണം, പ്രതികൂലങ്ങളിൽ നിന്ന് രക്ഷ വേണം, പിശാചിന്റെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ വേണം. പല വിധത്തിൽ രക്ഷ ഒരുവന്റെ ജീവിതത്തിൽ ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ നീ വിശ്വസിക്കുമ്പോൾ എല്ലാവിധ രക്ഷയും നിനക്ക് ലഭിക്കുകയാണ്. ഹല്ലേലൂയ. പലരും രക്ഷ എഴുതി കെട്ടാറുണ്ട്. നിങ്ങൾക്കറിയാമോ? കുറ്റം പറയുകയല്ല. ഇങ്ങനെ ചില ചരടുകളിലൊക്കെ കെട്ടി രക്ഷ കിട്ടുമെന്ന് പറയും. അങ്ങനെ രക്ഷ കിട്ടുമോ? അങ്ങനെ കിട്ടത്തില്ല. നീ ഒന്നും എഴുതി കെട്ടണ്ട, ഒരു കയറും വലിച്ചു കെട്ടണ്ട. വിശ്വസിക്ക്, രക്ഷ കിട്ടുകയാണ്. വിശ്വസിക്ക്, യേശുവിൽ വിശ്വസിക്ക്, ഒരു പ്രത്യേക അളവ് രക്ഷ നിനക്ക് ലഭിക്കുകയാണ്. കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചാണ്. വിശ്വാസത്താൽ നീതീകരണം, വിശ്വാസത്താൽ പൂർണ്ണമായ സൗഖ്യം, വിശ്വാസത്താൽ പരിശുദ്ധാത്മാവ്, വിശ്വാസത്താൽ ശുദ്ധീകരണം, വിശ്വാസത്താൽ രക്ഷ, വിശ്വാസത്താൽ സ്നേഹം. വിശ്വസിക്കുന്നതിന് മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയൂ. ഹല്ലേലൂയ. സ്നേഹം വിശ്വാസത്താൽ ലഭിക്കുന്ന കാര്യമാണ്. 1 തിമോഥെയോസ് 1-ാം അധ്യായം 5-ാം വാക്യം. ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. ഹല്ലേലൂയ. മനസ്സിലായോ? നിർവ്യാജ വിശ്വാസം, അതിനാൽ ഉളവാകുന്ന സ്നേഹം. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വസിക്കുമ്പോൾ സ്നേഹം കിട്ടാതെ ഭാരപ്പെടുന്ന വ്യക്തിയെ, എന്നെ ആരും സ്നേഹിക്കാനില്ലല്ലോ, എനിക്ക് സ്നേഹം ലഭിക്കുന്നില്ല, സമൂഹത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, എന്റെ പിതാവിൽ നിന്ന്, മാതാവിൽ നിന്ന്, മക്കളിൽ നിന്നൊന്നും സ്നേഹം ലഭിക്കുന്നില്ലെന്ന് പരിഭവം പറയുന്ന വ്യക്തിയെ നീ വിശ്വസിക്കാൻ തയ്യാറാകുമെങ്കിൽ ദൈവ സ്നേഹം നിനക്ക് ലഭിക്കുകയാണ്. നിത്യ സ്നേഹത്താൽ നിന്നെ സ്നേഹിച്ച യേശുവിന്റെ സ്നേഹം നിന്റെ മേൽ ഇറങ്ങി വരികയാണ്. കരങ്ങളെ ചേർത്തടിച്ച് വിശ്വാസത്തോടെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഞാൻ പറയാൻ പോകുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, ഒരു മനുഷ്യൻ നല്ലവനായി മാറുന്നത് നല്ല രീതിയിൽ മറ്റുള്ളവരോട് ഇടപെടുമ്പോഴാണ്, അല്ലേ? ഞാനൊരു മനുഷ്യന് മുമ്പിൽ നിന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാലേ തല താഴ്ത്തി സംസാരിച്ച ആളെന്ത് പറയും? ഓ, എന്തോ കള്ളനാണ്, അല്ലേ? പറയത്തില്ലേ? നമ്മുടെ ജീവിതത്തില് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മനുഷ്യനെ ശരിയായ നിലവാരങ്ങളിൽ ഫേസ് ചെയ്യാൻ കഴിയുന്ന കഴിവാണ് ഏറ്റവും വലിയ, അല്ലേ? തല ഉരിച്ച് നടക്കുക, നേരെ നോക്കി സംസാരിക്കാതിരിക്കുക, ഇതൊക്കെ എന്താണ്? മനുഷ്യനല്ല. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്നൊക്കെ പറയണം. പച്ച മലയാളം പറഞ്ഞാൽ പ്രാഗൽഭ്യം ലഭിക്കുക, മറ്റുള്ളവർ സംസാരിക്കാനുള്ള പ്രാഗൽഭ്യം. ഞാൻ പറയട്ടെ, നമുക്കറിയാം പലരെയും ശത്രുക്കൾ ആക്രമിക്കാറുണ്ട്. ഈ കണ്ണിൽ നോക്കി സംസാരിക്കുന്ന ഒരുവനെയും ഒരു ശത്രു പെട്ടെന്ന് ആക്രമിക്കത്തില്ല. ഇത് വലിയ മർമ്മമാണ്. നിങ്ങൾ ഒരു ബലഹീന വ്യക്തിയായിരിക്കാം,
ഒരു മനുഷ്യന്റെ കണ്ണി നോക്കി സംസാരിക്കുക, നിങ്ങളോട് എതിർക്കാനും വരത്തില്ല. ഹല്ലേലൂയ. താഴേക്ക് നോക്കി സംസാരിച്ചാൽ അവൻ നിങ്ങളെ ആക്രമിക്കും. കണ്ണിൽ നോക്കി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ പ്രാഗൽഭ്യം ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അത് ലഭിക്കുന്നത് എങ്ങനെയെന്നറിയാമോ? വിശ്വാസത്താൽ. ഞാൻ ഒരുപാട് പ്രസംഗിക്കുന്ന ആളാണ്. പല ആൾക്കാരെ ഫേസ് ചെയ്യാറുണ്ട്. എല്ലായിടത്തും എൻ്റെ പ്രസംഗം ഇങ്ങനെയല്ല. ചിലയിടത്ത് പ്രസംഗിക്കുമ്പോൾ മുഖത്ത് നോക്കാൻ പോലും ഒക്കത്തില്ല. കാര്യം എന്നറിയാം, വിശ്വാസമുള്ള ഒരുത്തനും ഇല്ല. മാർക്കിടാനിരിക്കുന്ന ആൾക്കാര് ഇവൻ എങ്ങനെ ഉണ്ട്, കുറ്റം പറയാനിരിക്കുന്ന അവരുടെ മുമ്പിൽ എന്ത് ചെയ്യാം? നമുക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യാം? പ്രാഗൽഭ്യം ഇല്ല. ആരും നമ്മളെ നോക്കുന്നില്ല, സന്തോഷത്തോടെ നോക്കുന്നില്ല, ചിരിക്കുന്നില്ല. എല്ലാവരും എന്തോ ഒരു വിചിത്ര ജീവിയെ കണ്ടതുപോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. വിശ്വാസമുള്ളിടത്ത് മാത്രമേ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുവാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. നമുക്കറിയാം, പൗലോസ് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു മനുഷ്യൻ അവനെ ഉറ്റുനോക്കി. കാലില്ലാത്തവനാ, തലയൊക്കെ ഉണ്ട്, കണ്ണൊക്കെ ഉണ്ട്, പക്ഷേ കാലെന്തില്ല, നിവർന്നു നിൽക്കാനുള്ള കഴിവില്ല. കണ്ണിൽ എന്തോ ഉണ്ട്? വിശ്വാസമുണ്ട്. ഒരു പരമാർത്ഥം ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ കണ്ണിലൊരു വിശ്വാസമുണ്ടെങ്കിൽ, നിന്റെ അകത്തൊരു വിശ്വാസമുണ്ടെങ്കിൽ, ബലഹീനതകളെ മാറ്റിക്കൊണ്ട് നിന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവകരം നിനക്ക് വേണ്ടി വരും ദിവസങ്ങളിൽ ചലിക്കുവാൻ പോവുകയാണ്. കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. 1 തിമോഥെയോസ് 3-ാം അധ്യായം 13-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. നന്നായി ശുശ്രൂഷ ചെയ്തിട്ടുള്ളവർ തങ്ങൾക്ക് നല്ല നിലയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിൽ വളരെ പ്രാഗൽഭ്യവും സമ്പാദിക്കുന്നു. ഹല്ലേലൂയ. ആ വാക്യം വായിച്ചോ. നന്നായി ശുശ്രൂഷ ചെയ്തിട്ടുള്ളവർ തങ്ങൾക്ക് നല്ല നിലയും. ഓ, വളരെ ഞാൻ പറയട്ടെ, മാന്യതയോടെ ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിർമ്മല ഹൃദയത്തോടെ പരമാർത്ഥ ഹൃദയത്തോടെ പ്രസംഗിക്ക്. നിനക്കൊരു നല്ല നില വരുന്നുണ്ട്. ഇന്ന് പരാതികളുണ്ടായിരിക്കാം, പരിമിതികളുണ്ടായിരിക്കാം, പ്രശ്നങ്ങളുണ്ടായിരിക്കാം, തടസ്സങ്ങളുണ്ടായിരിക്കാം, പ്രതികൂലങ്ങളുണ്ടായിരിക്കാം. ദിവസങ്ങളിൽ ഒരു നല്ല നില വരുന്നുണ്ട്, നല്ല നില വരുന്നുണ്ട്. കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചാണ്. കീമാ പണിക്ക് പോകണ്ട, മനുഷ്യരിൽ ആശ്രയിക്കണ്ട, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ധൈര്യത്തോടെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് മുന്നോട്ട് പോയിട്ട് ഒരു നല്ല നില വരുന്നുണ്ട്. നല്ല നിലയും പിന്നെന്താ പറയുന്നത്? നല്ല നിലയും ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ വളരെ പ്രാഗൽഭ്യവും സമ്പാദിക്കുന്നു. ഹല്ലേലൂയ. നിന്നെ ജയത്തോടെ തല ഉയർത്തി നിർത്തുവാൻ യേശുവിലുള്ള വിശ്വാസത്തിന് കഴിയും. കരങ്ങളെ ഒന്ന് ചേർത്തടിച്ചാട്ടെ. ഹല്ലേലൂയ. യേശുവിലുള്ള വിശ്വാസത്തിന് നിന്നെ ജയത്തോടെ സമൂഹത്തിൽ, കുടുംബത്തിൽ, ഔദ്യോഗിക തലങ്ങളിൽ, പഠന സ്ഥലങ്ങളിൽ തല ഉയർത്തി നിർത്തുവാൻ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന് കഴിയും. കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അടുത്ത് പറയുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവത്തോട് അടുത്തു ചെല്ലുവാൻ ഉള്ള കഴിവ് ലഭിക്കണമെങ്കിൽ എന്ത് വേണം? വിശ്വാസം വേണം. ഹല്ലേലൂയ. ദൈവം പറയുന്നു, എന്നോട് അടുത്ത് വരുവീൻ, എന്നാൽ ഞാൻ നിങ്ങളോടും അടുത്ത് വരും. ഹല്ലേലൂയ. വീണ്ടും പറയുന്നു, നിങ്ങൾ മടങ്ങി വരുവീൻ, ഞാൻ നിങ്ങളോട് അടുക്കിലേക്ക് മടങ്ങി വരും. രണ്ട് കാര്യങ്ങൾ. അടുത്ത് വന്നാൽ അടുത്ത് വരാം, മടങ്ങി വന്നാൽ ഞാനും മടങ്ങി വരാം. ഹല്ലേലൂയ. ദൈവത്തോട് അടുത്തു ചെല്ലുവാനുള്ള കഴിവാർക്കാ ലഭിക്കുന്നത്? ദൈവത്തിൽ വിശ്വാസമുള്ളവർക്ക്. വായിച്ചാട്ടെ. എബ്രായ ലേഖനം 10-ാം അധ്യായം 22-ാം വാക്യം. നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോട് അടുത്ത് ചെല്ലുക. വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കിട്ടിയാൽ പരമാർത്ഥ ഹൃദയത്തോടെ നമുക്ക് അടുത്ത് ചെല്ലുവാൻ കഴിയും. കരങ്ങളെ ചേർത്തടിച്ചാണ് വിശ്വാസം ഏറ്റെടുത്താണ്. Have faith in God, have faith in Jesus. Hallelujah. ഓ, വിശ്വസിക്കുന്നവന് സകലതും കഴിയും. Come on. കരങ്ങളെ ചേർത്തടിച്ച് വിശ്വാസത്തെ സ്തുതിച്ചാട്ടെ. വിശ്വാസം അകത്തേക്ക് നിറയട്ടെ. വിശ്വാസത്തിൽ ആരോഗ്യവാന്മാരായി തീരട്ടെ, ആരോഗ്യവതികളായി തീരട്ടെ. Come on, lift up your voice and pray. വായിച്ചാട്ടെ. 1 യോഹന്നാൻ 5-ന്റെ 4-ാം വാക്യം.
ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ഹല്ലേലൂയ. ഞാൻ മുമ്പേ ഒരു കാര്യം പറഞ്ഞു. ദൈവത്തിന് തൃത്വമുണ്ട്. എന്താ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അതുപോലെ പിശാചിനും എന്തുണ്ട്? തൃത്വമുണ്ട്. എന്താ? ലോകം, ജഡം, പിശാച്. ഈ മൂന്ന് വ്യക്തികളിലൂടെയാണ് പിശാച് അതിന്റെ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത്. ലോകത്തിലൂടെ, ജഡത്തിലൂടെ, പിന്നെ പിശാച് നേരിട്ട്. ഹല്ലേലൂയ. യേശു പറഞ്ഞു, ലോകത്തിന് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. എന്താ അർത്ഥം? ലോകം എന്നത് പിശാചിന്റെ ഒരു കേളീരംഗമാണ്. ഹല്ലേലൂയ. പിശാചിന്റെ പ്രവർത്തന മേഖലയാണ് ലോകം. അതിലെന്തോണ്ട്? കഷ്ടതയുണ്ട്. നീ ഭയപ്പെടേണ്ട, ധൈര്യപ്പെട്. ഞാൻ ആ ലോകത്തെ ജയിച്ചിരിക്കുകയാണ്. ആ കഷ്ടത്തെ, നിന്റെ കഷ്ടത്തെ ജയിച്ചിരിക്കുന്നു. Come on, lift up your voice and pray. Hallelujah. നീ കഷ്ടതയ്ക്കുള്ളവനല്ല, നഷ്ടത്തിനുള്ളവനല്ല, ജയം പ്രാപിക്കാനുള്ളവനാണ്, ഉയർച്ച പ്രാപിക്കാനുള്ളവനാണ്, വിടുതൽ പ്രാപിക്കാനുള്ളവനാണ്. പറഞ്ഞാട്ടെ, ഞാൻ കഷ്ടപ്പെടാനുള്ളവനല്ല, ഞാൻ നഷ്ടപ്പെടാനുള്ളവനല്ല, ഞാൻ ചീഞ്ഞളിയാനുള്ളവനല്ല, ഞാൻ നശിക്കാനുള്ളവനല്ല, ഞാൻ മരിക്കാനുള്ളവനല്ല, ഞാൻ ജീവനോടിരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കാനുള്ളവനത്രേ. കാര്യം, എന്റെ അപ്പൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ലോകം, ജഡം, പിശാച്, പിശാചിന്റെ തത്വങ്ങൾ. ഹല്ലേലൂയ. ലോകത്തെ ജയിക്കണം. എന്ത് വേണം? വിശ്വാസം വേണം. വിശ്വാസമുള്ളവന് ലോകത്തിന്റെ ക്രിയകളെ ജയിക്കാം, ലോകത്തിന്റെ പ്രതികൂലങ്ങളെ ജയിക്കാം, ലോകത്തിന്റെ നഷ്ടങ്ങളെ ജയിക്കാം, ലോകത്തിന്റെ കഷ്ടങ്ങളെ ജയിക്കാം. കരങ്ങളെ ശക്തിയോടെ ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചാണ്. Come on. Hallelujah. Hallelujah. വിശ്വാസത്താലുള്ള ഗുണങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. എന്തൊക്കെയാ പറഞ്ഞത്? ഒന്ന്, നീതീകരണം. മറ്റൊന്ന്, പൂർണ്ണമായ സൗഖ്യം. 3, പരിശുദ്ധാത്മാവ്. 4, ശുദ്ധീകരണം. 5, രക്ഷ. 6, സ്നേഹം. 7, പ്രാഗൽഭ്യം. 8, ദൈവത്തോട് അടുക്കാനുള്ള കഴിവ്. 9, ലോകത്തിന്മേൽ ജയം. 10ാമത്തെ കാര്യം വളരെ പരമപ്രധാനമായ സംഖ്യാപൂർണതയാണ് 10. അങ്ങനെയെങ്കിൽ 10ാമത്തെ കാര്യം എന്താണ്? വിശ്വസിക്കുന്നവന് സകലതും കഴിയും. ഹല്ലേലൂയ. നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിനക്ക് കഴിയാത്ത കാര്യമൊന്നുമില്ല. കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഓ, വിശ്വസിക്കുന്നവന് സകലതും കഴിയും. വായിച്ചാട്ടെ, മർക്കോസ് സുവിശേഷം 9ാം അധ്യായം 23ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. യേശു അവനോട്, നിന്നാൽ കഴിയുമെങ്കിലെന്നോ, വിശ്വസിക്കുന്നവന് സകലവും കഴിയും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. യേശു അവനോട്, നിനക്ക് കഴിയുമെങ്കിലെന്നോ, വിശ്വസിക്കുന്നവന് സകലതും കഴിയും. വിശ്വാസത്തിന്റെ ആഴം പുറത്തു കൊണ്ടുവരുന്നൊരു വാക്യമാണത്. നമുക്കറിയാം, ദൈവത്തിന് സകലതും കഴിയുമെന്നത് വിശ്വസിക്കാൻ പ്രയാസമില്ല. കാര്യം, ദൈവം സകലത്തെയും സൃഷ്ടിച്ചവനാണ്, സകലത്തിന്മേലും അധികാരമുള്ളവനാണ് ദൈവം. ദൈവത്തിന് സകലതും കഴിയും, അതെല്ലാവരും വിശ്വസിക്കുന്ന കാര്യമാണ്. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന നിനക്ക് സകലതും കഴിയുമെന്ന് വിശ്വസിക്കാൻ വളരെ പ്രയാസമാണ്. അതത്രേ പരമാർത്ഥം. നിനക്ക് സകലതും കഴിയും. നീ വിശ്വസിക്കാൻ തയ്യാറാവുണ്ടെങ്കിൽ നിനക്ക് കഴിയാത്ത കാര്യമില്ല. അസാധ്യങ്ങൾ നിന്റെ മുമ്പിൽ സാധ്യമായി തീരും. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ നിനക്ക് അധികാരമുണ്ട്. ഹല്ലേലൂയ. അനുഗ്രഹത്തെ വിളിച്ചു വരുത്തുവാൻ, ശാപത്തെ പറഞ്ഞയക്കുവാനൊക്കെ നിനക്ക് അധികാരമുണ്ട്. വിശ്വസിക്കുന്നവന് സകലതും കഴിയും. കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവന് സകലതും കഴിയും. വിശ്വാസത്തിന്റെ ഗുണങ്ങളെ കുറിച്ചാണ് നാം വായിക്കുവാനിടയായത്. ഇനി വിശ്വാസത്തിന്റെ തടസ്സങ്ങൾ കൂടെ പറഞ്ഞിട്ട് വേഗത്തിൽ മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുകയാണ്. എന്തൊക്കെയാണ് വിശ്വാസത്തിന്റെ തടസ്സങ്ങൾ? 1, സംശയം വിശ്വാസത്തിന്റെ ഒരു തടസ്സമാണ്. മത്തായി സുവിശേഷം 21ാം അധ്യായം 21ാം വാക്യം വായിച്ചാട്ടെ. യേശു, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായാൽ, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായാൽ
ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും. ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും. ഒരു കാര്യം പറഞ്ഞോട്ടെ, ആരോ പറഞ്ഞു പഠിപ്പിച്ചൊരു പാഠമുണ്ട്. നിങ്ങൾ ശപിക്കാനുള്ളവരല്ല, അനുഗ്രഹിക്കാനുള്ളവരാണ്. ഒരു വിധത്തിൽ ശരിയാണ്. എന്നാൽ ചില കാര്യങ്ങൾ നാം തകർക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിലാക്കുന്നവർക്ക് ഇത് ശ്രദ്ധിക്കുന്നു. ഹല്ലേലൂയ. യേശു എന്ത് ചെയ്തു? ഫലമില്ലാത്തൊരു അത്തി എന്ത് ചെയ്തു? ശപിച്ചുണക്കി. മനുഷ്യനെ ആരെയും ശപിക്കണ്ട, എന്നാൽ ദുഷ്ട പിശാചിനെ നീ ശപിക്കണം. അവനെ ഉപദ്രവിക്കുവാൻ നീ തയ്യാറാകണം. ഹല്ലേലൂയ. നിങ്ങൾ ചോദിക്കും, എടാ അവിടെ ഇരുന്നോട്ടെന്നേ, അവിടെ ഇരുന്നോട്ടെന്നേ, നമുക്ക് ഉപദ്രവമില്ലല്ലോ. അങ്ങനെ ചിന്തിക്കരുത്. ഇന്ന് ഉപദ്രവമില്ലെങ്കിൽ നാളെ ഉപദ്രവമാകും. ഹല്ലേലൂയ. എന്താ വാക്യം പറയുന്നത്? പിശാചിനോട് എതിർത്തു നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എതിർത്തില്ലെങ്കിലോ കൊങ്ങക്കേറി പിടിക്കും. ഇന്നല്ലെങ്കിൽ നാളെ കാലേ കൂട്ടി തട്ടിക്കൊള്ളണം. അതാ ദാവീദ് പറയുന്നത്, ഞാൻ ദേശത്തിലെ ദുഷ്ടന്മാരെയൊക്കെയും രാവിലെ തോറും നശിപ്പിക്കും. എന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥം? ഒരു വാളുമായിട്ട് നടന്ന് വെട്ടിക്കൊണ്ടിരിക്കുകയാണോ രാവിലെ? വെട്ട് 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 വെട്ട്. അതല്ല, ദേശത്ത് ഒരുപാട് ദുഷ്ടശക്തികളുണ്ട്, ദുഷ്ടദേശാധിപതികളുണ്ട്. അവയെ വെട്ടുവാനുള്ള അധികാരം നിനക്കുണ്ട്. എങ്ങനെ? യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ, യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ, യേശുവിന്റെ വചനത്തിന്റെ ശക്തിയാൽ, യേശുവിന്റെ സൗഖ്യമാക്കുന്ന ശക്തിയാൽ, യേശുവിന്റെ ശുദ്ധീകരിക്കുന്ന ശക്തിയാൽ, യേശുവിന്റെ ആത്മാവിന്റെ ശക്തിയാൽ, യേശുവിന്റെ പുനരുദ്ധാന ശക്തിയാൽ. ഇത് നീ ചെയ്യണം. ദൈവം നേരിട്ട് ചെയ്യത്തില്ല. ദൈവത്തിന് ചെയ്യാൻ കഴിയാത്ത കാര്യമല്ല, ചെയ്യും. നമുക്ക് കാണാൻ സാധിക്കും. പിശാചിനെ എന്ത് ചെയ്യും? പിടിച്ചു കെട്ടും. പക്ഷേ ഈ ദിവസങ്ങളിൽ നീ അത് ചെയ്തേ മതിയാകും. ദേശം വിടുതൽ പ്രാപിക്കണമെങ്കിൽ ദുഷ്ട ദേശാധിപതിയെ ചവിട്ടുവാൻ തയ്യാറാകണം. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിൽ ചതച്ചു കളയും. ഹല്ലേലൂയ. വിശ്വസിക്കാൻ തയ്യാറുണ്ടോ? ദൈവം ചതയ്ക്കുന്നല്ല പറഞ്ഞത്, നിന്റെ കാൽ കീഴെ ചതച്ചു കളയും. ഏറ്റവും പ്രധാനപ്പെട്ട അവയവം കണ്ണല്ല, ഏറ്റവും പ്രധാനപ്പെട്ട അവയവം നാവല്ല, ഏറ്റവും പ്രധാനപ്പെട്ട അവയവം കാലത്രേ. പിശാചിനെ ചവിട്ടുവാൻ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലവലത്തെയും ചവിട്ടുവാൻ ഞങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു. ഏറ്റെടുക്കുന്നവർക്കായി സ്തോത്രം. ചവിട്ടിയാണ്. ഹല്ലേലൂയ. ദുഷ്ട പിശാചിനെ തകർക്കുന്ന ശുശ്രൂഷ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. അതാക്കൊന്ന് വായിച്ചാൽ മത്തായി 21:21 വാക്യം. എന്ന് മാത്രമല്ല ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞാൽ, അതും സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട്. എങ്ങനെ? സംശയിക്കാതെ. നീ സംശയിക്കാതെ പറഞ്ഞാൽ അത് സംഭവിക്കും. നമുക്കറിയാം അതിന്റെ വിഷയം. യേശു ഒരു അത്തിയോട് പറഞ്ഞു, ഉണങ്ങിപ്പോകാൻ പറഞ്ഞു. കാര്യം എന്താണ്? അതിന് ഫലം കണ്ടില്ല. പിറ്റേ ദിവസം അതിൽ പോയപ്പോൾ അവർ മനസ്സിലാക്കി, ഗുരു നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ. അപ്പോഴാണ് യേശു പറഞ്ഞത്, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസത്തോടെ നിങ്ങളും പറഞ്ഞാൽ ഈ പ്രവൃത്തി നിങ്ങൾക്കും ചെയ്യാൻ കഴിയും. മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഫലമില്ലാതെ സ്ഥലം പാഴാക്കിക്കൊണ്ട്, അനേകർക്ക് നാശമായിക്കൊണ്ട്, അനേകർക്ക് തടസ്സമായിക്കൊണ്ട് നിൽക്കുന്ന അത്തികളെ ശപിച്ചുണക്കുവാനുള്ള അധികാരം നിനക്കുണ്ട്. വിശ്വാസത്തോടെ യേശുവിന്റെ നാമത്തിൽ ഉപയോഗിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയുള്ള മാനിക്കാൻ ഒരു പദ്ധതിയുണ്ട്. Come on, lift up your voice and praise. Hallelujah. അപ്പോൾ സംശയം വിശ്വാസത്തിനൊരു തടസ്സമാണ്. പിന്നെ വിചാരപ്പെടുക വിശ്വാസത്തിന്റെ തടസ്സമാണ്. ഞാൻ ഒരുപാട് പേരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ദിവസവും കേൾക്കുന്നവനാണ്. ഏറ്റവും കൂടുതലും ആകുലത കൊണ്ടുണ്ടാകുന്ന, അല്ലെങ്കിൽ വിചാരപ്പെടലുകൾ കൊണ്ടുണ്ടാകുന്ന വിഷയമാണ്. സംഭവം ഒന്നും നടന്നിട്ടില്ല, ഒന്നും ഇന്ന് ഈ സമയം വരെ എന്തല്ല കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. നാളെ എന്ത് സംഭവിക്കും? ഇങ്ങനെ പോയാൽ നാളെ എന്ത് സംഭവിക്കും? ഇങ്ങനെ കടം കയറിയാൽ നാളെ എന്ത് സംഭവിക്കും? ഈ വിഷയങ്ങൾ ഇങ്ങനെ പോയാൽ നാളെ എന്ത് സംഭവിക്കും? ആകുലത, വിചാരപ്പെടുന്നത്. യേശു പറഞ്ഞു, നിങ്ങൾ വിചാരപ്പെടരുത്. എന്തുകൊണ്ട് വിചാരപ്പെടരുത്? നിങ്ങൾക്ക് വേണ്ടി വിചാരപ്പെടുവാൻ ഒരുവനുള്ളത് കൊണ്ട് വിചാരപ്പെടരുത്.
കരങ്ങളെ ചേർത്തടിച്ചാട്ട്. എന്തുകൊണ്ട് വിചാരപ്പെടരുത്? നിങ്ങൾക്ക് വേണ്ടി വിചാരപ്പെടുവാൻ ഒരുവനുണ്ട്. Come on, lift up your voice and pray. Hallelujah. മത്തായി സുവിശേഷം 6-ാം അധ്യായം 30-31 വാക്യങ്ങളൊന്ന് വായിച്ചാട്ട്. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നു എങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഹല്ലേലൂയ. ഞാൻ ആൾക്കാരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ വിചാരപ്പെടുന്നവരോട് ചോദിക്കാറുണ്ട്, ഇന്ന് കഴിക്കാൻ ആഹാരമുണ്ടോ? അവർ പറയും ഉണ്ട്. ഇന്ന് ധരിക്കാൻ വസ്ത്രമുണ്ടോ? ഉണ്ട്. ഇന്ന് പാർപ്പിട സൗകര്യമുണ്ടോ? ഉണ്ട്. അങ്ങനെയെങ്കിൽ നാളെയും ദൈവം അതുപോലെ നടത്തും. വിശ്വസിക്ക. ഇന്ന് നടത്തിയവൻ അതിലും ശ്രേഷ്ഠമായിട്ട് നാളെ നടത്തും. നാളെ നിനക്കുള്ളതല്ല, നാളെ ദൈവം നിനക്ക് തരുന്നതാണ്. വിശ്വാസ കാതുകളാൽ, ഹല്ലേലൂയ, വിശ്വാസ കണ്ണുകളാൽ മുന്നോട്ട് നോക്കി, ഹല്ലേലൂയ, മുന്നോട്ട് പോയാട്ട് നാളുകൾ അനുഗ്രഹമായി മാറുകയാണ്. നാളുകൾ നല്ല ദിനങ്ങളായി മാറുകയാണ്. നല്ല പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ ചുവടുകൾ മുന്നോട്ട് വെച്ചാട്ട് വിചാരപ്പെടരുത്. ഹല്ലേലൂയ. ഒന്ന്, സംശയം വിശ്വാസത്തിനൊരു തടസ്സമാണ്. രണ്ട്, വിചാരപ്പെടൽ വിശ്വാസത്തിന് ഒരു തടസ്സമാണ്. മറ്റൊന്ന്, ലോകജ്ഞാനം വിശ്വാസത്തിന് തടസ്സമാണ്. 1 തിമോഥെയോസ് 6:20-21 വാക്യങ്ങൾ. അല്ലയോ തീമോഥെയോസേ, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊണ്ട് ജ്ഞാനം എന്ന് വ്യാജമായി പേർ പറയുന്നതിന്റെ ഭക്തിവിരുദ്ധമായ വൃഥാലാഭങ്ങളെയും തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞു നിൽക്ക. പിന്നെ ആ ജ്ഞാനം ചിലർ സ്വീകരിച്ച് വിശ്വാസം വിട്ട് തെറ്റിപ്പോയിരിക്കുന്നു. ഞാൻ പറഞ്ഞ വാക്ക് മനസ്സിലായോ നിങ്ങൾക്ക്? ലോകജ്ഞാനം വിശ്വാസത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിക്കും. ഹല്ലേലൂയ. ലോകം ജ്ഞാനം പല വിധത്തിൽ പകർന്നു തരും. പുസ്തകങ്ങളിലൂടെ, ഹല്ലേലൂയ, സിനിമയിലൂടെ, മറ്റ് പലവിധ മാധ്യമങ്ങളിലൂടെ എന്ത് ചെയ്യും? ലോകജ്ഞാനം നിങ്ങൾക്ക് ലഭിക്കും. അതൊക്കെ എന്താണ്? ദൈവത്തോട് ശത്രുത്വമാണ്. അതുകൊണ്ടാണ് കൂടെ പറയുന്നത്, തല കൊണ്ട് വിശ്വസിക്കരുത്, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ഹല്ലേലൂയ. റോമാലേഖനം 10-ാം അധ്യായം 10-ാം വാക്യം പറയുന്നു, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. രക്ഷയ്ക്കായിട്ട് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. തല കൊണ്ട് ചിന്തിച്ചാൽ പല കാര്യങ്ങളും വിശ്വസിക്കാൻ കഴിയുകയില്ല. തല കൊണ്ട് വിശ്വസിച്ചാൽ തല പറയും, ഒരിക്കലും താണുപോയ ഇരുമ്പ് കോടാലി പൊങ്ങി വരത്തില്ല, അതിന് സാധ്യതയില്ല. ഭൂഗുരുത്വാകർഷണ ബലം എന്നൊരു ബലമുണ്ടെങ്കിൽ ഒരു കാലത്തും താഴേക്ക് പോയ കോടാലി പൊങ്ങി വരാൻ സാധ്യതയില്ല. ശരിയാ, കോടാലി പൊങ്ങി വരത്തില്ല. എന്നാൽ വിശ്വാസമുള്ള ഹൃദയത്തോട് ചോദിക്ക്, ഹൃദയം പറയും അത് നടക്കും. ദൈവത്താൽ സകലതും സാധ്യം. ഹല്ലേലൂയ. ഭാരമേറിയ കോടാലി ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ അത് പൊങ്ങി വരുമെന്ന് വിശ്വസിക്കാൻ തക്കണം. ഹൃദയത്തിൽ വിശ്വാസമുണ്ട്. കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്, ഹൃദയം കൊണ്ട് വിശ്വസിച്ചാട്. തല പറയും പച്ചവെള്ളം വീഞ്ഞായ ചരിത്രമില്ല, വാട്ടവെള്ളമായ ചരിത്രമേ ഉള്ളൂ. ഹൃദയത്തോട് ചോദിക്ക്, ഹൃദയം പറയും പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുവാൻ യേശുവിന് കഴിയും. കാനാവിലെ കല്യാണ വീട്ടിൽ അത് സംഭവിച്ചുവെങ്കിൽ നിന്റെ ഭവനത്തിലും പോരായ്മകളെ പരിഹരിക്കുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഹൃദയം പറയും. ഹല്ലേലൂയ. കാക്കയാർക്കും ഭക്ഷണം കൊണ്ട് കൊടുത്ത ചരിത്രമില്ല. തല പറയും തട്ടിപ്പറിച്ച ചരിത്രമേ ഉള്ളൂ. എന്നാൽ ഹൃദയത്തോട് ചോദിക്ക്, ഹൃദയം പറയും ഓ, കാക്കയെ കൊണ്ട് ഏലിയാവിനെ പോഷിപ്പിച്ച ഒരു ദൈവമുണ്ട്. കരങ്ങളെ ചേർത്തടിച്ചാണ്. ഓ, രാവിലെയും വൈകിട്ടും ഓ അപ്പവും ഇറച്ചിയും കാക്കയെ കൊണ്ട് നിന്റെ അഭിഷേകത്തിന് കൊണ്ടു കൊടുത്ത ഒരു ദൈവമുണ്ട്. അവന് കഴിയാത്ത കാര്യമില്ല. ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. തല കൊണ്ട് വിശ്വസിക്കരുത്, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അങ്ങനെയാണെങ്കിൽ ലോകജ്ഞാനം വിശ്വാസത്തിനൊരു തടസ്സമാണ്. സംശയം ഒരു തടസ്സമാണ്. വിചാരപ്പെടൽ ഒരു തടസ്സമാണ്. ലോകജ്ഞാനം ഒരു തടസ്സമാണ്. മറ്റൊന്ന്, ഭയം ഒരു തടസ്സമാണ്. മത്തായി സുവിശേഷം 14-ാം അധ്യായം 30-31 വാക്യങ്ങൾ. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു.
ഹല്ലേലൂയ. നമുക്കറിയാം സംഗതി. യേശുവിനെ കൂടാതെ ശിഷ്യന്മാർ ഒരു ബോട്ടിൽ പുറപ്പെട്ടു പോയി, പടകിൽ പുറപ്പെട്ടു പോയി. ചില ദൂരം സഞ്ചരിച്ചപ്പോൾ കാറ്റ് പ്രതികൂലമായി. കരവിട്ട് ബഹുദൂരത്തേക്ക് ആ പടക് പോകാനിടയായി. സഹായിപ്പാൻ ആരുമില്ല. തണ്ടു വലിച്ചവർ കുഴയുകയാണ്. ആ സമയത്ത് ഒന്നാം യാമം കഴിഞ്ഞു, രണ്ടാം യാമം കഴിഞ്ഞു, മൂന്നാം യാമം കഴിഞ്ഞു. പ്രതീക്ഷയ്ക്കൊക്കെ വകയില്ലാതായി. ഒരു സാധ്യതയുമില്ല രക്ഷപ്പെടാൻ. ആ സമയത്ത് നാലാം യാമത്തിൽ ഒരുവൻ കടൽമേൽ നടന്ന് ഒരടുക്കിലേക്ക് വന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വാസം ഏറ്റെടുക്ക്. ഒരു പ്രതീക്ഷയ്ക്കും സാധ്യതയില്ലെന്ന് ലോകം പറയുമ്പോൾ യേശു പറയുന്നു, എനിക്ക് പ്രതികൂലങ്ങളുടെ മേൽ നടന്ന് അടുത്തേക്ക് അടക്കുവാനുള്ള കഴിവുണ്ട്. കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചാണ്. എല്ലാവരും കൈവിട്ട സമയത്ത്, ബഹുദൂരം പിന്നിട്ട സമയത്ത്, തകർന്നു വന്ന ലോകവും പിശാചും ഒക്കെ ഒരുപോലെ പറഞ്ഞ സമയത്ത്, നിനക്ക് വേണ്ടി കടൽ മീതെ നടന്ന് പ്രതികൂലങ്ങളുടെ നടന്ന് നിന്റെ അടുത്തേക്ക് വരുന്ന ഒരു ദൈവമുണ്ട്. കരങ്ങളെ ചേർത്തടിച്ചാണ്. വിശ്വസിക്കുമെങ്കിൽ അവന്റെ പ്രവൃത്തി അന്നെന്ന പോലെ ഇന്നും വെളിപ്പെടുകയാണ്. Come on, lift up your voice and praise. Hallelujah. ഭയപ്പെട്ടു പോയി. ആര്? പത്രോസ്. പത്രോസ് പറഞ്ഞു, നീ ആണെങ്കിൽ വെള്ളത്തിൽ നടക്കാൻ കൽപ്പിക്കാൻ. അവൻ പറഞ്ഞു വരാൻ പറഞ്ഞു. പത്രോസ് ചാടിയിറങ്ങി. ഹല്ലേലൂയ. ആ കടല് പത്രോസിന്റെ കാൽക്കീഴെ പാറയായിട്ട് മാറി. ചില ചുവടുകൾ മുന്നോട്ട് വെച്ചപ്പോൾ അവന്റെ ദൃഷ്ടി അല്പം ഒന്ന് മാറ്റപ്പെട്ടു. എവിടേക്ക്? പ്രതികൂലങ്ങളിലേക്ക്. യേശുവിൽ നിന്ന് നിന്റെ കാഴ്ച എപ്പോൾ മാറും? അപ്പോൾ നിനക്ക് ഭയം വരും. അതുകൊണ്ടാണ് പറയുന്നത്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനായ യേശുവിനെ നോക്കാൻ. യേശുവിനെ നോക്കിക്കൊണ്ട് ചുവടുകൾ മുന്നോട്ട് വെക്ക്. ഭയം വരികയില്ല, നിരാശ വരികയില്ല, തകർച്ച വരികയില്ല. നീ ജയത്തോടെ മുന്നോട്ട് പോകും. കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. യേശുവിന്റെ മുഖത്ത് നോക്കി ഇറങ്ങിയ പത്രോസ് അല്പം മുഖമൊന്ന് മാറ്റിയപ്പോൾ കാറ്റ് കണ്ടു പേടിച്ചു. ഹല്ലേലൂയ. അവൻ മുങ്ങി താഴുവാൻ തുടങ്ങി. ഭയം വന്നാൽ വിശ്വാസം ഇവിടെ നഷ്ടപ്പെടുകയാണ്. ഭയം വന്നാൽ ദൈവപ്രവൃത്തിയോടെ അവസാനിക്കുകയാണ്. ഭയം വരുമ്പോൾ പിശാചിന്റെ പ്രവൃത്തിയോടെ ആരംഭിക്കുകയാണ്. നിന്നെ തകർക്കുന്ന, നിന്നെ മുക്കിക്കളയുന്ന, നിന്നെ കൊള്ളയിടുന്ന, അല്ലെങ്കിൽ നശിപ്പിക്കുന്ന പിശാചിന്റെ പ്രവൃത്തി ഭയത്തോടൊപ്പം തുടങ്ങുകയാണ്. വിശ്വസിക്കുന്നവർ ധൈര്യപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ധൈര്യത്തോടെ എന്റെ യേശു എന്നെ വിടുവിക്കും. ഈ കാറ്റുകൾക്ക്, ഈ തിരമാലകൾക്ക് എന്നെ തകർക്കുവാൻ കഴിയുകയില്ല. Come on, lift up your voice and pray. പ്രയത്നറ്റ് മിനിസ്ട്രീസ് ഒരുക്കുന്ന പവർ കോൺഫറൻസ് എല്ലാ രണ്ടാമത്തെ ശനിയാഴ്ചയും കൊല്ലത്ത് കപ്പലണ്ടി മുക്കിലുള്ള മിനി ഓഡിറ്റോറിയത്തിൽ രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ പവർ കോൺഫറൻസ് നടക്കുന്നു. ഈ യോഗത്തിൽ ബ്രദർ ബിനു ജോസ് ചാക്കോ ദൈവിക സന്ദേശം നൽകുന്നു. രോഗികൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണിക്ക് ആരാധന നടന്നു വരുന്നു. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണിക്ക് നടക്കുന്ന ആരാധനയിൽ ബ്രദർ ബിനു ജോസ് ചാക്കോ ദൈവിക സന്ദേശം നൽകുകയും ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നു. ഈ ആരാധനയിൽ പങ്കെടുക്കുവാൻ ഞങ്ങളുടെ ഫെയ്ത്ത് ആൻഡ് പവർ ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ വിലാസം: ബ്രദർ ബിനു ജോസ് ചാക്കോ, പ്രയത്നറ്റ് മിനിസ്ട്രീസ്, ജോസ് വില്ല, KL 16, മുണ്ടയ്ക്കൽ, കൊല്ലം 1, കേരള.